നമ്മൾ ഇന്റർഫിയർ ചെയ്യും. ഓക്കെ, നിങ്ങൾ ഒരു മിനിറ്റ് എടുത്തോ. 1 minute. ഓക്കെ, അതായത് ഐ ക്ലാസിഫൈ, അതായത് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഇസ്ലാം ആസ് എ ഹെററ്റിക്കൽ ക്രിസ്ത്യൻ സെക്ട്. ഇസ്ലാം ഒറിജിനേറ്റഡ് ആസ് എ ഹെററ്റിക്കൽ ക്രിസ്ത്യൻ സെക്ട്. ആ ഹെററ്റിക്കൽ ക്രിസ്ത്യൻ സെക്ട് അതിൽ ചെന്ന് ഇസ്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. മുഹമ്മദ് വരുന്നു, മുഹമ്മദ് മോണോഫിസൈഡ് ക്രിസ്ത്യൻസിനെതിരെ പറയുന്നു. അതായത് നിങ്ങളെല്ലാം മുഷ്രിക്കാണ്, നിങ്ങളെല്ലാം ഏകദൈവ ആരാധനയിലേക്ക് തിരിച്ചു വരണം. ഈ ഇസ് ഗോയിങ് ടു പ്രീ ക്രിസ്ത്യൻ ജുഡൈക് ഫെയ്ത്ത്. പക്ഷെ ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി പ്രീ ജുഡൈക് ക്രിസ്ത്യൻ ഫെയ്ത്ത്, പക്ഷെ ഒരു ജുഡൈക് ക്രിസ്ത്യൻ ഫെയ്ത്തിലേക്ക് പോകുന്നു വിത്ത് എ ലോ ക്രിസ്റ്റോളജി. അവിടെ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മുടെ ക്രിസ്ത്യൻ ലിറ്ററേച്ചറിൽ എഴുതി വെച്ചിരിക്കുന്ന നേറ്റിവിറ്റി അക്കൗണ്ട്സ് എന്ന് പറയുന്നത് അവിടെ ട്രയൂൺ ഗോഡ് ഓൾറെഡി അസ്യൂംഡ് ആണ്. അവിടെ പരിശുദ്ധാത്മാവുണ്ട്, ഈ പിതാവായ ദൈവമുണ്ട്, പിന്നെ ഗബ്രിയേലുണ്ട്. അപ്പോൾ മുഹമ്മദ് എന്ത് ചെയ്യും? ഒത്തിരി സമയമായി. നിങ്ങൾ പറഞ്ഞ സമയം കഴിഞ്ഞു. നിങ്ങൾ ഇതുവരെ അതുകൊണ്ടൊന്ന് കേക്കട്ടെ. ഇത് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്? പിതാവാൻ ദൈവമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, ഗബ്രിയേലുണ്ട് അല്ലേ? ഗബ്രിയേലുണ്ട്. അപ്പൊ മുഹമ്മദ് എന്ത് ചെയ്യും? മുഹമ്മദ് ഈ എക്സിസ്റ്റിംഗ് ക്രിസ്ത്യൻ അക്കൗണ്ട്സ് ഓഫ് നേറ്റിവിറ്റി അതിനെ എടുത്തിട്ട് അതിനെ മസാജ് ചെയ്ത് പരിശുദ്ധാത്മാവിനെ ഒഴിവാക്കുന്നു, പിതാവായ ദൈവത്തിനെ മാത്രം വെക്കുന്നു, പരിശുദ്ധാത്മാവിനെയും റൂഹാനെയും കൺഫ്ലേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ സൂറ മറിയമിലും സൂറ ആലി ഇമ്രാനിലും സൂറ ഇതിലെല്ലാം കാണുന്ന നേറ്റിവിറ്റി അക്കൗണ്ട്സ് വരുന്നത്. പക്ഷെ അത് തമ്മിൽ അങ്ങോട്ട് ബന്ധപ്പെടുന്നില്ല. ഓക്കെ, ഇനി ഇത് ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ മനസ്സിലായവർക്ക് മനസ്സിലായി. താങ്കൾ പറഞ്ഞത് മനസ്സിലായത് ഇതൊരു കൾട്ടാണെന്ന് മനസ്സിലായി. ഒരു കുഴപ്പമില്ല. അല്ല, പുള്ളി അത് പറയട്ടെ. നമ്മുടെ വിഷയം ഏതാണ് ബോബി? ഈ പുത്രനില്ലാതെ അതല്ല പുള്ളിക്ക് അത്ര അല്ല, അത് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ബന്ധത്തെ പിതാവും പരിശുദ്ധാത്മാവും ഗബ്രിയേലും ആക്കി വെച്ചപ്പോൾ തന്നെ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി എടുത്താൽ മതി. അതെന്തിനാ നമ്മൾ ആ ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യം. നമുക്കിപ്പോ യേശു ഈസായിട്ടുള്ള വിഷയമാണ്. ആ ഈസയുടെ വിഷയത്തിന്മേൽ ഒന്നാക്കി കാണിച്ചേ. എനിക്ക് അതാണ് വേണ്ടത്. അതെ അതെ ബ്രദറെ, അതിനെന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടോ? അല്ല, നിങ്ങൾ ഇപ്പൊ അജീഷ് ബ്രദർ, ഇവിടെ സീറോ മലബാറെന്നോ താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ സീറോ മലബാറെന്നോ ഇവിടെ കത്തോലിക്കരെന്നോ ഈ അച്ചൻകുഞ്ചാൻ്റെ റൂമിനകത്ത് ഒരു വ്യത്യാസമില്ല. മനസ്സിലായില്ലേ? ഇവിടെ വന്നിരുന്ന് ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ സഭാടിസ്ഥാനത്തോട്ട് വേണം. താങ്കൾ പറഞ്ഞ വാദത്തിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അല്ല, സഭാടിസ്ഥാനമല്ല. അജീഷ് ബ്രദർ വെച്ച ഒരു പോയിന്റ്, ഈസയും യേശുവും ഒന്നല്ല, രണ്ടാണ്. ഞാൻ വെച്ചിരിക്കുന്ന പോയിന്റ് രണ്ടും രണ്ടാണെന്നാണ്. ബോവാസിന് അത് ഒന്നാണെന്നുണ്ടെങ്കിൽ റെഫറൻസ് വെച്ച് തെളിയിക്കും. ബൈബിളും ഖുറാനും തെളിയിച്ചിട്ട് താങ്കൾ പൊയ്ക്കോളൂ. ഇവിടെ വ്യക്തി ആക്ഷേപവും സഭാ ആക്ഷേപവും നടത്താതെ താങ്കൾക്ക് അല്പം മാന്യത ഉണ്ടെന്നുണ്ടെങ്കിൽ താങ്കൾ അത് റെഫറൻസ് സഹിതം ദാണ്ടെ ഇവിടെ ഇങ്ങനെ പറയുന്നു, ഇവിടെ ഇങ്ങനെ പറയുന്നു, രണ്ടും ഒന്നാണ്, ഇവിടെ ഇങ്ങനെ പറയുന്നു, ഇവിടെ ഇങ്ങനെ പറയുന്നു, രണ്ടും ഒന്നാണ് പറഞ്ഞ് തെളിയിച്ചിട്ട് പോയി. അല്ല, നമ്മൾ എന്താണ് പറയുന്നത്? അതായത് ഖുറാൻ പറയുന്ന ഖുറാനിക് അക്കൗണ്ട് ഓഫ് nativity of Jesus. Where you got that point? അല്ല, പല പ്രാവശ്യമായിട്ട് കമന്റിൽ വരുന്നുണ്ട്. ഇംഗ്ലീഷ് അറിയാത്ത ഒരുപാട് പേരുണ്ടെന്ന്. മലയാളത്തിൽ പറയാൻ വേണ്ടി പല ആൾക്കാരും കമന്റ് ഇടുന്നുണ്ട്. ബോവാസ് ഒന്ന് മലയാളത്തിലേക്ക് ഒന്ന് വിട്ടുതരും കേട്ടോ. ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റിയുള്ള സുവിശേഷങ്ങളിലെ അക്കൗണ്ട് ഖുറാനിലെ ഈസാ മസീഹിനെ പറ്റിയുള്ള ജനനത്തെ പറ്റിയുള്ള അക്കൗണ്ട് അതിനൊരു കാര്യം ഒന്നാണെന്ന് ഞാൻ ഒരു കാലത്ത് ഇത് രണ്ട് വ്യക്തികളാണെന്ന് പറയാൻ കാരണം ബോവാസുകൾക്ക് നിങ്ങൾ പറയുന്ന ഈ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിലും പിന്നെ മത്തായിയുടെ സുവിശേഷത്തിലുള്ള യേശു ക്രിസ്തു ഒരാളാണ്. അല്ല, സത്യാബ്രദറെ, അത് നമുക്ക് ഇതേപോലെ തന്നെ റെഫറൻസ് വെച്ച് നമുക്ക് ഒരുമിച്ച് പുള്ളിയെ കൊണ്ട് തന്നെ വായിപ്പിച്ച് അത് ഒന്നാക്കിക്കോളാം. എനിക്ക് വേണ്ടത് ഇത് രണ്ടും. ഞാൻ പറയുന്നു, ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഈസ എന്ന് പറയുന്ന ഈ രണ്ടാമതിനെയും വരുമെന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളും രണ്ടാമത് വരത്തില്ല, മരിച്ചു എന്ന് വിശ്വസിക്കുന്ന കാദിയാനികളും ഒരുപോലെ പറയുന്ന ഈസ എന്ന് പറയുന്നവൻ ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന യേശുവായിട്ട് ഒരു ബന്ധവും ഇല്ലാന്ന് ഞാൻ എന്തൊക്കെയാണ് സ്ഥാപിച്ചു. ഇത് രണ്ടും ഒന്നാണെന്ന് താങ്കൾക്ക് ബൈബിളും ഖുറാനും കൊണ്ട് വേണമെങ്കിൽ തെളിയിക്കാം. അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതിന് എനിക്ക് മറുപടി തരും. ഇതേ നമ്മൾ ഒരു കാറ്റഗോറിക്കൽ ഡിഫറൻസ് ആണ്. നിങ്ങൾ ചോദിക്കുന്ന അല്ല ഞാൻ ആൻസർ ചെയ്യുന്നത്.
അതിപ്പോ ഞങ്ങളുടെ കുഴപ്പമാണോ? ഇപ്പൊ ഞാൻ ബ്രദറെ അത് നിങ്ങള് നിങ്ങള് തോമസ് നിങ്ങള് ബ്രദറെ നിങ്ങൾ അത് ഒരു ശരിയാണ്, ഇത് രണ്ടും ഒന്നാണെന്ന് അത് ശരിയാണ്. വിശ്വസിക്കുന്ന രീതിയിൽ നിങ്ങൾ ഞങ്ങൾ തെളിയിച്ചതാ. ചോദിക്കുന്നതിനല്ല നിങ്ങൾ ഉത്തരം പറയുന്നത്. കറക്റ്റ് ആണ്. കാറ്റഗോറിക്കൽ ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. കറക്റ്റ്. അതെ, അതൊരു കാറ്റഗോറിക്കൽ ഡിഫറൻസ് ആണ്. ഇപ്പൊ അപ്പൊ ഒരു കാര്യം ചെയ്യും, ഈ റിയലൈസേഷനിൽ നിന്നുകൊണ്ട് താങ്കൾ പറയൂ, ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞ പ്രശ്നം തീർന്നില്ലേ? നിങ്ങൾ ഇങ്ങനെ എനിക്ക് ഇത്രേ ഉള്ളൂ, ഈ ഒരുപാട് സമയം കളയേണ്ട കാര്യം, ഇത് രണ്ടും ഒന്നാണെന്ന് താങ്കളുടെ ഇത് വെച്ചുകൊണ്ട് ഒന്ന് തെളിയിച്ച് കാണിച്ചേ, ഖുറാനും ബൈബിളും വെച്ച് ഒന്ന് തെളിയിച്ച് കാണിച്ചേ. അല്ല, അതിപ്പോ അത് ചോദ്യം എനിക്ക് നിങ്ങളോട് തിരിച്ചു ചോദിക്കാൻ പാടില്ല. നിങ്ങൾ നോ 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 ഞങ്ങൾ വിശ്വസിക്കുന്നതല്ലോ, ഞങ്ങൾ ഒരു തിരസ്കരിക്കുന്നതാണ്. അത് മിനിറ്റ്, അജീഷ് ബ്രദർ ഞാൻ തെളിയിച്ചു. എന്റെ വിശ്വാസം പറഞ്ഞു. ചോദിക്കട്ടെ. ബൈബിളിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തുവും ഖുറാന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഈസയുമായിട്ട് ഒരാളല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയും ഞാൻ തെളിയിക്കുകയും ചെയ്തു. ഇനി അല്ല, അജീഷ് ബ്രദർ, ഞാൻ ചോദിക്കട്ടെ, സീറോ മലബാറുകാരനായ സീറോ മലബാറുകാരൻ അവിടെ അല്ല നിങ്ങൾ പുള്ളി അത് ഈ അല്ല അല്ല സീറോ അല്ല ഒരു മിനിറ്റ്, സാമേ ബോബി അച്ചോച്ചായ അദ്ദേഹം ചോദിക്കാനുള്ള ചോദിച്ചോട്ടെ, മറുപടി എന്താ പറയേണ്ടതെന്ന് ഞാനല്ല തീരുമാനിക്കുന്നത്, നിങ്ങൾ അത് പറ. എന്താണ് നിങ്ങളെ ചോദ്യം? പക്ഷെ അതിൽ സീറോ മലബാറിന്റെ റെലവൻസ് എന്താണ്? അതെ, അതായത് ഇപ്പോ ഞാനിപ്പോ സീറോ മലബാറില്ല, ഞാനിപ്പോ ഓർത്തഡോക്സ് ആണ്, യാക്കോബൈറ്റ് ആണ്. ഓക്കെ, ഞാൻ അല്ല പുള്ളി പറയട്ടെ, എന്തിനാ നിങ്ങൾ ഈ കിടന്നിട്ട് ബഹളം വെക്കുന്നത്? ഇത് എന്തൊക്കെയാണ് ബാക്കിയുള്ളവരും കേട്ടോണ്ടിരിക്കല്ലേ? ഇവിടെ യാക്കോബക്കാരും ഓർത്തഡോക്സുകാരും ബന്ധക്കോസുകാരും ബ്രദറുകാരും ചർച്ചോക്രേഷനും എല്ലാരും ഈ ഗ്രൂപ്പിന്റെ അകത്തുണ്ടല്ലോ, ഇവരെല്ലാരും കേട്ടോണ്ടിരിക്കല്ലേ? അതെ, നിങ്ങൾ എന്തിനാ ഈ പ്രശ്നം ഉണ്ടാക്കുന്നേ? ആ പുള്ളി പറ, നിങ്ങൾ പറ. അതെ, സിറിയൻ ഓർത്തഡോക്സുകാരനായ ഞാനും പെന്തക്കോസ്തുകാരനായ അജീഷും വിശ്വസിക്കുന്ന ഒരേ മറിയത്തിലാണെന്ന് എങ്ങനെയാ പറയാൻ പറ്റുന്നത്? എന്നോടുള്ള ചോദ്യമാണോ? എന്നോടുള്ള ചോദ്യം. ഓക്കെ, ബൈബിളിന്റെ അകത്തുള്ള മറിയം, വിശുദ്ധ മറിയം, ആ മറിയത്തിൽ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പോലെ തന്നെ ബാക്കിയുള്ളവരും വിശ്വസിക്കുന്നത്. ബൈബിളിൻ്റെ അകത്ത് പറഞ്ഞ് ഈന്തപ്പന മരം പിടിച്ച് കുലുക്കാത്ത, അല്ലെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ദൂതം വന്നപ്പോഴത്തേനും എനിക്ക് മരിച്ചാൽ മതിയെന്ന് പറഞ്ഞ അങ്ങനെ ഒരു മറിയെപ്പറ്റി എനിക്കറിയത്തില്ല. എന്തെക്കാളും സത്യക്രിസ്ത്യാനികളായിട്ടുള്ള ഈ വിഭാഗത്തിൽ നിൽക്കുന്നവരും സിറിയൻ ഓർത്തഡോക്സുകാരായ ഞാൻ വിശ്വസിക്കുന്ന മറിയം ദൈവമാതാവാണ്. അല്ല, താങ്കൾ യാക്കോബക്കാരനാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സിറിയൻ ഓർത്തഡോക്സിലേക്ക് മാറി. സിറിയൻ എന്തോ വിശ്വസിക്കുന്ന മറിയ ദൈവമാണോ? ഒരു മിനിറ്റ്, സിറിയൻ ഓർത്തഡോക്സ് എന്ത് വിശ്വസിക്കുന്നു? അല്ല, പുള്ളി ഏതായാലും ഒന്ന് ഉറപ്പിക്കാൻ പറ. ഒരു മിനിറ്റ്, സിറിയൻ ഓർത്തഡോക്സിന്റെ ആണ്ട് തസ്ക എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ. സിറിയൻ ഓർത്തഡോക്സ് തന്നെയാണ് യാക്കോബായക്കാർ മറിയം ദൈവമാതാവാണെന്നാണ് വിശ്വസിക്കുന്നത്. തിയോട്ടോക്കോസ്. ഞാൻ ചോദിക്കാനോടെ, ഈ എന്തുവാ ഈ മറിയത്തെ പറ്റി ചർച്ച വഴി തിരിച്ചു വിടുകയാണ്. ബോവാസിനോട് എന്റെ ചോദ്യത്തിന് മറുപടി ഇല്ലാത്തത് കൊണ്ടും എന്റെ മുമ്പിൽ പരാജയപ്പെട്ടത് കൊണ്ടും ഇനിയും സിറിയൻ ഓർത്തഡോക്സ് വിഷയത്തിലേക്ക് ബോവാസ് കയറി പോവാണെന്നുള്ളത് ഉറപ്പ് തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓർത്തഡോക്സ് സഭയുടെ പ്രശ്നം എടുക്കാം. എന്ത് പറയുന്നു? ഞാനത് എടുക്കുകയും ചെയ്യും. എൻ്റെ അതിന്റെ ലേഖനങ്ങൾ, പുസ്തകങ്ങളെല്ലാം ഇരിപ്പുണ്ട്. മറിയനെ പറ്റി ഏത് കാലഘട്ടത്തിലാണ് ഇതിനെപ്പറ്റി വന്നിരിക്കുന്ന ചരിത്രം മുഴുവനും എൻ്റെ ഇരിപ്പുണ്ട്. ഒരുമാതിരിപ്പെട്ട സഭയുടെ എല്ലാം ഇരിപ്പുണ്ട്. അതുകൊണ്ട് ബോവാസിനോട് ഞാൻ പറയണം, ബോവാസെ, എന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി പോയത് കൊണ്ട്, ഉത്തരമില്ലാത്തത് കൊണ്ട്, ഈ ഖുറാന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഈസായെയും ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശുവിനെ ഒന്നാക്കാൻ താങ്കൾക്ക് പറ്റാതെ എന്റെ ആദ്യത്തെ ആർഗ്യുമെന്റിൽ തന്നെ താങ്കൾ പൊളിഞ്ഞ് പട്ടം കീറി നിൽക്കുന്നത് കൊണ്ട് ഇപ്പൊ കിടന്നുകൊണ്ട് ഓർത്തഡോക്സ് സഭയുടെ മുമ്പിലേക്കും യാക്കോബയുടെ മുമ്പിലേക്കും താങ്കൾ പുസ്തകം എടുത്തുകൊണ്ട് വന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാ? താങ്കൾ പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലല്ല. താങ്കൾ ഇപ്പോഴും ഞാൻ വെല്ലുവിളിക്കാണ്. താങ്കൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ യേശു ഈസ ഒന്നാണെന്ന് ഖുറാനും ബൈബിളും വെച്ച് തെളിയിക്ക് സുഹൃത്തെ, എന്നിട്ട് ബാക്കി സംസാരിക്കും. ബാക്കിയുള്ള സാധനമായിട്ടും എന്റെ അടുത്ത് എനിക്ക് പരാജയപ്പെടാൻ യാതൊരു മടിയില്ല. അപ്പൊ തീരുമാനമായി. ഇത്ര ഉള്ളൂ. കാരണം അദ്ദേഹം ഓർത്തഡോക്സുകാരനുമല്ല, യാക്കോബക്കാരനല്ല, കത്തോലിക്കനുമല്ല. അദ്ദേഹം ഏതോ ഒരു ജിഹാദിയുടെ കൂടെ പോയ ഒരു വ്യക്തിയാണെന്നാണ് അദ്ദേഹത്തിന് ഇവിടെ വന്നിട്ട് ഈസി ഒന്നാണെന്ന് അവര് പറഞ്ഞു കേട്ട് തെളിയിക്കണം. അതേ ഉള്ളൂ കാര്യം. അല്ലാതെ ഓർത്തഡോക്സും അല്ല, അദ്ദേഹം യാക്കോബക്കാരനും അല്ല, ഒരു കാരനും അല്ല. മനസ്സിലായി? ആ, അതല്ലാതെ അദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ചും അറിയില്ല, ബൈബിളിനെ കുറിച്ച് തീരെ അറിയില്ല. അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം അങ്ങനെയൊന്നും പറയല്ലേ. പുള്ളി അതൊക്കെ വിശ്വസിക്കുന്ന ആള്. എൻ്റെ അലി ബ്രദർ അങ്ങനെയൊന്നും പറയരുത്. ഇപ്പം POC ബൈബിൾ എടുത്തിട്ട് അദ്ദേഹം ഇപ്പോൾ ഒരു വാക്യം വായിച്ചിട്ട് പുള്ളി ഉറപ്പിക്കുമല്ലോ, പുള്ളി ക്രിസ്ത്യാനിയാണെന്ന് പുള്ളി ഉറപ്പിക്കുമല്ലോ. ശരിയല്ലേ ബോസേ?
അതിന് യാക്കോബക്കാര് POC ബൈബിൾ സഹോദര വിശ്വസിച്ചിട്ട് എനിക്ക് അല്ല എന്തിനാ ഇപ്പൊ ക്രിസ്ത്യാനി ഇപ്പൊ പുള്ളി യേശു ഈസ ഒന്നാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി വന്നത് ഇപ്പൊ POC ബൈബിൾ എടുത്തുണ്ടോ? അപ്പൊ പിന്നെ ഞാൻ POC ബൈബിൾ തന്നെ എടുത്താ പോരെ? അല്ല, ഈ സോള സ്ക്രിപ്ചറക്കാർക്കാണ് പുസ്തകം വായിച്ചിട്ട് ക്രിസ്ത്യാനി എന്ന് ഉറപ്പിക്കേണ്ട ആവശ്യം വരുന്നത്. നിങ്ങൾക്ക് അത് വിശ്വസിക്കേണ്ട കാര്യമില്ല, നമുക്ക് അങ്ങനെ ബൈബിൾ ക്രിസ്തു എന്ന് വിശ്വസിക്കേണ്ട പറയുന്ന കാര്യമില്ല അല്ലേ? നമുക്ക് അതുകൊണ്ടാണ് പുസ്തകം ബൈബിൾ വഴിയല്ല നമ്മൾ വിശ്വസിക്കാതെ ക്രിസ്തുവിനെ കണ്ട ആൾക്കാർ എഴുതിയ പുസ്തകം എടുത്ത് വായിക്കുന്നത് കൊണ്ടാണ് യേശു ഈസ ഒന്നാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അല്ല, ഗതികേടല്ലേ ഞാൻ ബോസെ? പറഞ്ഞില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു തന്നെ അല്ല, നിങ്ങൾ ഈ അനുഭവമാണ്. വിഷയം മാറ്റിക്കൊണ്ട് പോകാതെ നിങ്ങളൊരു ഞാൻ പറഞ്ഞല്ലോ, ആർജവമുള്ള ഒരു ആർജവമുള്ള സുറിയാനി ക്രിസ്ത്യാനി ആണെന്നുണ്ടെങ്കിൽ, ഒരു സുറിയാനി യാക്കോബെ ക്രിസ്ത്യാനിയുടെ രക്തം ഒഴുകുന്ന മനുഷ്യനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ യേശു ഈസ ഒന്നാണെന്ന് ഖുറാനും ബൈബിളും വെച്ച് തെളിയിക്കുന്നേ. അല്ല, അതെ ഒരു മിനിറ്റ് അജീഷ് സർ, ഒരു സെക്കൻഡ്. ജെയിംസ് എന്റെ സാർ പൊന്നു സഹോദരൻ, ബ്ലിങ്ക് ഇതല്ലേ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു പറഞ്ഞ കാര്യം, നിങ്ങള് എന്ത് താങ്കൾ തന്നെ കള്ളത്തരോടെ പറഞ്ഞില്ലേ? ആദ്യം പറഞ്ഞു താങ്കൾ സീറോ മലബാർ കൽതായ ആ വിഭാഗമാണെന്ന്, പിന്നെ പറഞ്ഞു ഓർത്തഡോക്സ് ആണെന്ന്. നാണമില്ലേ താങ്കൾക്ക് നുണ എന്റെ പറയാനായിട്ട്? പൊന്നു സഹോദരൻ, എന്തെങ്കിലും ഞാനൊരു ഓർമ്മിപ്പിക്കണം. തോട്ട് എക്സ്പെരിമെന്റ് പറഞ്ഞാണ്. അല്ല ഒന്ന് അല്ല സഹോദര, ബോസെ, ആ സുറിയാനി സഭയുടെ രക്തം ഒഴുകുന്ന ശരീരമാണെന്നുണ്ടെങ്കിൽ ഒന്ന് തെളിയിച്ചേ. യേശു ഈസ ഒന്നാണെന്ന് എന്റെ ഖുറാനും പൊന്നു ബൈബിളും വെച്ചൊന്ന് തെളിയിച്ചേ. എന്റെ പൊന്നു സഹോദര, ഞാൻ സീറോ മലബാർ കൽതായ വിഭാഗമാണ്. ഞാൻ ആ സുറിയാനി വായിച്ചിട്ട് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് തെളിയിച്ചേ. നിങ്ങളുടെ ഇരിക്കുന്ന ബൈബിൾ എടുത്ത് വെച്ചിട്ട് ഖുറാനൂടെ ഒന്ന് വെച്ചിട്ട് ഒന്ന് പറഞ്ഞോട്ടെ തെളിയിച്ചേ. സഹോദര. ഒരു മിനിറ്റ് എനിക്ക് താ. തന്നു. ഒന്നല്ല, ഒരു 5000 നീ- മിനിറ്റ് തന്നാലും നിങ്ങൾ തെളിയിക്കത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു സെക്കൻഡ്. നമ്മളെല്ലാം ക്രിസ്ത്യാനികളല്ലേ? അല്ല അയ്യോ ഞാൻ താങ്കളെ ഇങ്ങനെ മനസ്സിലാക്കപ്പെട്ട ഒരുത്തനെ ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ഞാൻ കണക്ക് കൂട്ടത്തില്ല. നിങ്ങൾ അല്ല, അത് നിങ്ങളുടെ അന്ധമായ അംഗീകരിക്കുന്നില്ല കേട്ടോ. ഐ മീൻ അല്ല, ബോധത്തെ അങ്ങനെയാണെങ്കിൽ അല്ല, ബോധത്തിൽ അല്ല, ക്രിസ്ത്യാനിയല്ല കേട്ടോ. അങ്ങനെ അച്ഛൻ അങ്ങനെ വെറുതെ ക്രിസ്ത്യാനിയല്ല. ആവശ്യമില്ലാത്ത നോക്കട്ടെ. കാര്യങ്ങളൊന്നും പറയാതെ നമ്മുടെ റൂമിൽ വന്ന ഒരാൾ അച്ഛനല്ല, സംസാരിക്കുന്നു, അയാൾ ഏത് വിഭാഗമാണെന്ന് നമ്മുടെ വിഷയമുള്ള കാര്യമല്ല. പുള്ളി ജിഹാദിയോ മറ്റുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തും ഇവിടെ ആയിക്കോട്ടെ, വന്ന് എന്തും ഒരുത്തനെ ആയിക്കോട്ടെ. വേറെ ഒരു ചാപ്പ് കുത്തി കൊടുക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പുള്ളി ഏത് വിഭാഗം ആയിക്കോട്ടെ. പക്ഷെ എന്റെ മുമ്പിൽ ഇപ്പോൾ യേശു ഈസ ഒന്നാണെന്ന് തെളിയിക്കാൻ പറ്റാതെ, ഖുറാനും ബൈബിളും വെച്ച് തെളിയിക്കാൻ പറ്റാതെ, തല മടക്കി മുട്ടുമടക്കി നട്ടല് വളച്ച് ഇവിടെ ഇരിക്കുന്ന സൗരന്മാരുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ പുള്ളി തെളിയിക്കട്ടെ. ഞാൻ എന്തൊക്കെയാണ് രണ്ടാണെന്ന് തെളിയിച്ചു. അതിനെ പുള്ളിക്ക് എന്തൊക്കെയാണെങ്കിലും കണ്ണിച്ചുകൊണ്ട് ഒന്നാക്കാൻ പുള്ളിക്ക് സാധിക്കത്തില്ല എന്ന് ഉറപ്പായി. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പല വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലായില്ലേ? ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഞാൻ വേറെ സീറോ മലബാറിലേക്ക് യാക്കോബയിലേക്ക് ഒന്നും പോയില്ലല്ലോ. ഞാൻ ഖുറാനും ഹദീസും വെച്ചുകൊണ്ട് തന്നെ പുള്ളിയെ കൊണ്ട് വായിപ്പിച്ചല്ലേ ശരിയാക്കിയത്. താങ്കൾ ഖുറാനും ബൈബിളും പറയുന്നത് ഞാൻ വായിക്കാൻ തയ്യാറാണ്. താങ്കളെടുത്ത് പറയുന്നത് എവിടാണ് ഇത് രണ്ടും ഒന്നാക്കാൻ പറ്റുന്നത് ഒന്ന് പറഞ്ഞേ, ഞാൻ വായിക്കാം. ബോസേ, സഹോദര, താങ്കൾ എനിക്ക് സംസാരിക്കാൻ സമയം തരുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ പറയുന്നത്? ശരി, എത്ര മിനിറ്റ് വേണം? ബോസിന് എനിക്ക് എത്ര സംസാരിക്കാൻ മിനിറ്റ് അല്ല വേണം, ഞാൻ പറയുന്നത് താങ്കൾ കേൾക്കുക, അത് കഴിഞ്ഞിട്ട് എനിക്ക് ആൻസർ ആ പറയാം. ശരി. ഒരു 2 മിനിറ്റ് ബോവാസിന് സമയം കൊടുക്കുകയാണ്. പുള്ളി ഏത് വിഷയം സംസാരിച്ചാലും നിങ്ങൾ ആരും ഇടപെടരുത്. പക്ഷെ യേശു ഈസ ഒന്നാണെന്നുള്ള കാര്യം ഇദ്ദേഹം ഇതുവരെയായിട്ടും ആ 2 മിനിറ്റ് കൊണ്ട് ബൈബിൾ റെഫറൻസും ഖുറാൻ വെച്ച് തെളിയിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇനിയും മോഡറേറ്റർമാർ തീരുമാനിക്കും ഇദ്ദേഹം ആരാണെന്നുള്ളത്. ഞാൻ അത്രയും ഓക്കെ സമയം താങ്കൾക്ക് തരാം. 2 മിനിറ്റ് ആരും കയറി സംസാരിക്കരുത്. 8:20 കേട്ടോ. ഓക്കെ, ഓക്കെ ശരി, ഇനി ടൈം സ്റ്റാർട്ട് ചെയ്യണം. ഞാനൊരു സിറിയൻ ഓർത്തഡോക്സ് അല്ലെ യാക്കോബൈറ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയുന്നതിന്റെ അർത്ഥം, ലെറ്റ്സ് കൺസിഡർ എ തോട്ട് എക്സ്പെരിമെന്റ്. അതായത് ഞാൻ നിങ്ങളോട് ഒരു സിറിയൻ ഓർത്തഡോക്സ് എന്നുള്ള രീതി സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് പറയും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഞാൻ സീറോ മലബാർ കൽതായ വിഭാഗമാണ്, ഈസ്റ്റ് സിറിയക് അല്ലെങ്കിൽ പൗരസ്ത്യ കൽതായ ഭാഷ പഠിക്കുകയും അത് എന്താ പറയുന്നത്, അതിനെപ്പറ്റി പഠിക്കുന്ന ആ രീതിയിൽ ഒരു ബൈബിളിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, ഇനി എന്തുകൊണ്ട് ഞാൻ ഖുറാനോട് അനുഭാവം പുലർത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഖുറാനിൽ ഏകദേശം 350ഓളം വാക്കുകൾ വേറെ ഭാഷകളിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വാക്കുകൾ കടമെടുത്തിട്ടുള്ളത് പൗരസ്ത്യ സുറിയാനിയിൽ നിന്നാണ്. അതിന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത്, ഈ എന്താ പറയുന്ന ഖുറാൻ തഫ്സീറുകൾ എഴുതിയ മനുഷ്യർ ഐ മീൻ ദേ പ്ലേസ്ഡ് മുഹമ്മദ് ഇൻ എ വേ സച്ച് ദാറ്റ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു നിരക്ഷരനും ഈ ക്രിസ്തു മതവും ജൂതമതവും ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സ്ഥലത്ത് ആണ് ജീവിക്കുന്നുള്ള രീതിയിലാണ് തഫ്സീറുകൾ എഴുതിയ ആൾക്കാർ എഴുതിയത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇറ്റ് ഈസ് ഖുറാൻ, ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആള് ജീവിച്ചിരുന്നത് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യൻ ജുദയോ മിലിയൂലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഖുറാനിൽ നമ്മൾ കാണുന്ന ഈ പൗരസ്ത്യ സുറിയാനിയിലെ ഏകദേശം ഈ 350 വാക്കുകൾ, ഖുറാനിലുള്ള 350 ഫോറിൻ വേർഡ്സ് അല്ലെങ്കിൽ ലോൺ വേർഡ്സ്, കടമെടുത്ത വാക്കുകൾ, ഇപ്പം നമ്മൾ ജനാല അല്ലെങ്കിൽ കപ്പിത്താൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഈ വാക്കുകൾ ഭൂരിഭാഗം വരുന്നത് പൗരസ്ത്യ സുറിയാനിയിൽ നിന്നാണ്. മസ്ജിദ്, ഖുറാൻ എന്ന് പറഞ്ഞാൽ ലക്ഷണറി, ഞാൻ പറഞ്ഞല്ലോ ലക്ഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശവസംസ്കാര ശുശ്രൂഷകൾ എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ ഒന്നുകിൽ
സങ്കീർത്തനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നിന്നോ എടുത്തിട്ടുള്ള അങ്ങനെയുള്ള ഒരു ടെക്സ്റ്റാണ് ഖുറാൻ എന്ന അറബിയിലും ഖുറീന എന്ന് നമ്മൾ സുറിയാനിലും പറയുന്ന അങ്ങനെയുള്ള ഒരു ടെക്സ്റ്റിൽ നിന്നാണ് ഖുറാൻ എന്ന് പറഞ്ഞ വേർഡ് തന്നെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് ഖുറാൻ എന്ന് പറയുന്നത് ഒരു ഹെററ്റിക്കൽ ക്രിസ്ത്യൻ സെക്റ്റായിട്ടാണ് ഞാൻ ക്ലാസിഫൈ ചെയ്യുന്നത് വിത്ത് എ ലോ ക്രിസ്റ്റോളജി. അവര് യേശു ക്രിസ്തുവിനെ ജൂതമതം ചെയ്യുന്ന പോലെ ഒരു ഇതല്ല ചെയ്യുന്നത്. പക്ഷേ അതേസമയം തന്നെ ദേ ഗിവ് ഹിം ആൻ ആട്രിബ്യൂട്ട് ഓഫ് എ പ്രോഫറ്റ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ ട്രയൂൺ ഗോഡ് ട്രിനിറ്റി എന്ന് പറയുന്ന സാധനം ഡിനൈ ചെയ്ത് അതിന് വരെ ഏകദൈവം വരുന്നു. പക്ഷെ അതേസമയം തന്നെ താങ്ക് യു ബ്രദറെ, ക്രിസ്ത്യൻ സ്ക്രിപ്റ്റേഴ്സിനെ മസാജ് ചെയ്ത് താങ്ക് യു ബ്രദറെ. ആ ഒരു ട്രിനിറ്റേറിയൻ താങ്കൾ ഇപ്പോഴും അപ്പം എല്ലാവർക്കും ബോധ്യമായല്ലോ. എന്റെ വാദത്തെ ഒരു രീതി കൊണ്ട് പോലും ഒരു വാക്ക് കൊണ്ട് ഒരു പോനോ കൊണ്ടോ ഈ 2 മിനിറ്റിന് മുകളിൽ സമയം കൊടുത്തിട്ടും ബോവാസിന് അതിനെ തകർക്കാൻ പറ്റാതിരിക്കെ ഇനി ഇതേപോലുള്ള മനസ്സണക്കപ്പെട്ട ആൾക്കാരെ നിങ്ങൾ സൂക്ഷിച്ചോണം കേട്ടല്ല. യേശു ഈസയും അല്ലല്ല, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ, ഞാൻ പറഞ്ഞതിന് ശേഷം ആയിക്കോട്ടെ. യേശു ഈസയും 2 ആണെന്നുള്ളത് ഞാൻ ഖുറാനും ബൈബിളും വെച്ച് തെളിയിച്ച് കൈ കൊടുത്തു. അതിനുശേഷം ഇത്രയും സമയമായിട്ട് പുള്ളിക്ക് ഖുറാനും ബൈബിളും വെച്ച് അതിനെ ഒന്ന് നേരെ ഒന്നാണെന്നും പറഞ്ഞുകൊണ്ട് വന്ന ആളിന് ഇത്രയും നേരമായിട്ട് ഒന്നാക്കാൻ സാധിച്ചിട്ടില്ല. പുള്ളിക്ക് വേറെ എന്തോ വഴിയിലൂടെ എല്ലാം സഞ്ചരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു നാണം കെട്ട ഒരു മനുഷ്യന് ആയിപ്പോയല്ലോ എന്ന് ഓർത്തതിൽ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്, ഒരു സങ്കടവും ഉണ്ട് താങ്കളെ പറ്റി ഓർക്കുമ്പോൾ കേട്ടോ. കാരണം ഇതുപോലുള്ള മനസ്സിണക്കപ്പെട്ട ആൾക്കാർ കാരണമാണ് പല സഭകളിലും പല സ്ഥലത്തും ഇതുപോലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ നിങ്ങൾ സൂക്ഷിക്കുക, ഇത്തരത്തിലുള്ള ആൾക്കാരെ നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് പ്രത്യേകം ഞാൻ പറയുകയാണ്. ഓക്കെ, ഇനി ബാക്കിയുള്ളവർക്ക് ഞാൻ പറഞ്ഞിട്ട് പറയാം ഒരു സെക്കൻഡ്. അതായത് ഈ റൂമിനകത്ത് സഭകൾ തങ്ങളിലുള്ള ഒരു പ്രശ്നവുമില്ല, എല്ലാ സഭക്കാരും ഈ റൂമിനകത്തുണ്ട്. അപ്പൊ എന്റെ കൂട്ടുകാരൻ വന്നിരിക്കുന്നത് ഈ സഭകളെ തങ്ങളിൽ ഈ റൂമിലൊന്ന് പറഞ്ഞ് ഒന്ന് ദൂരെ ആക്കി വിട്ടാൽ കൊള്ളാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ചില കാര്യങ്ങൾ പറഞ്ഞു വന്നത്. ഈ പറഞ്ഞ ഒന്ന് യേശുവും ഈസയും ഒന്നാണെന്ന് തെളിയിക്കുവാൻ ഇതുവരെയും സാധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഈ കൂട്ടുകാരനോട് പറയുകയാണ്, ഈ റൂമിനകത്ത് സഭകളെ കുറിച്ച് പറയാൻ ഞാൻ അനുവദിക്കത്തില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞു അജീഷ് ബാബു ഏതാണ് എന്നൊക്കെ പറഞ്ഞു, ഞാൻ ഇതാണ് എന്നൊക്കെ പറഞ്ഞു ഇവിടെ വന്നല്ലോ. ഇവിടെ സഭകളെ കുറിച്ചല്ല ഈ ചർച്ച, ഇസ്ലാമിക വിശ്വാസവും ക്രൈസ്തവ വിശ്വാസവും. ഇതാ ഞാൻ ഇവിടെ എന്റെ DP ഇരിക്കുന്നല്ലോ, ഇത് എങ്ങനെ വന്നു എന്നറിയണം. അതിനെക്കുറിച്ച് ഇത് ഇനിയുള്ള ചർച്ച അത് മാത്രമായിരിക്കും. സാമ്പകൾ സംസാരിച്ചോളൂ. ഓക്കെ, 2 മറുപടി പറഞ്ഞതിന് ശേഷം അല്ല സാമ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. എന്നിട്ട് നിങ്ങൾ സംസാരിച്ചു. ഒറ്റ ഒരു കാര്യം കൂടെ, കുഴപ്പമില്ലല്ലോ, ഒറ്റ ഒരു കാര്യം കൂടെ. ഓക്കെ, പറയാനുള്ളത് ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസികളായിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ആഗ്രഹവും എല്ലാവരുടെയും താല്പര്യവും അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും ആശിക്കുന്നതുമായിട്ടുള്ള കാര്യം കർത്താവായ യേശുക്രിസ്തു 2ാമത് വരികയും ആ കർത്താവായ യേശുക്രിസ്തുവിനോട് നമ്മൾ ഒരുമിച്ച് ചേരുകയും തൻ്റെ സഭയും വിശുദ്ധന്മാരെ ഒരുമിച്ച് ചേർക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. ശരിയല്ലേ ജെയിംസ് അങ്കിളെ? ശരിയല്ലേ? ശരിയാണ്, തീർച്ചയായിട്ടും. ഓക്കെ, എന്നാൽ ഖുറാനിൽ പറയുന്ന ഈ ഈസ എന്ന് പറയുന്നവൻ അവൻ വരുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൊഹീഹുൽ ബുഖാരി അധ്യായം 34 ഹദീസ് നമ്പർ 1044 പേജ് 396 പറയുന്നത് എങ്ങനെയാണ്? അബൂ ഹുററയിൽ നിന്ന്, പൂച്ചയുടെ അപ്പനിൽ നിന്ന് റസൂൽ പറഞ്ഞു, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ സത്യം, മറിയമിന്റെ പുത്രൻ ഒരു നീതിമാനായി വിധികർത്താവായി നിങ്ങളിലേക്ക് വരാറായിട്ടുണ്ട്. അദ്ദേഹം ഇനിയും പ്രത്യേകം ശ്രദ്ധിക്കണം, അദ്ദേഹം കുരിശ് തകർക്കുകയും പന്നിയെ കൊല്ലുകയും നികുതി ഇല്ലാതാക്കുകയും ചെയ്യും. പിന്നെ ധനത്തിന്റെ ഒഴുക്കുണ്ടാവും, ഒരാളും അത് സ്വീകരിക്കുകയില്ല. ഇങ്ങനെ ഒരു ഈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിനകത്ത് ചില മനസ്സിണക്കപ്പെട്ട കാഫറുകൾ ചിന്തിച്ച് നടക്കുന്ന കണക്ക് ഇത് 2 ഒന്നാണെന്ന് പറഞ്ഞു നടക്കുന്നവരോട് പറയുകയാണ്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധനായ യേശു ക്രിസ്തു അത്യുന്നതങ്ങളിൽ വസിക്കുന്ന സകലതും സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഉണ്ടായവൻ, സകലതും അവനാൽ ഉളവായെന്ന് പറഞ്ഞിരിക്കുന്ന ആ യേശു ക്രിസ്തു ഇനിയും വരുന്നത് കുരിശ് തകർക്കാനോ പന്നിയെ കൊല്ലാനോ നികുതി നിർത്തലാക്കാനോ അല്ല എന്നുള്ളത് ഓർക്കുക. അവനിൽ വിശ്വസിക്കുന്ന സഭയും വിശുദ്ധ ജനത്തെയും ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഈ കുരിശ് തകർക്കുന്ന പന്നിയെ കൊല്ലാൻ വേണ്ടി വരുന്ന, നികുതി ഇല്ലാതാക്കാൻ വേണ്ടി വരുന്ന ഒരു കള്ള ആളിനെ പറ്റി വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെ എഴുതി വെച്ചിട്ടില്ല. എന്നാൽ 2ാമത് ഒരുത്തം വരുമെന്ന് പറയുന്നുണ്ട്. അത് വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന ഒരുത്തനാണ്. അവനെയും വേണമെങ്കിൽ ഇവനെയും കൂടെ ഒരുമിച്ച് വേണം കൂട്ടാൻ. കാരണം അവനും കയറി വരുന്നത്, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുക, അവനും കയറി വരുന്നത് ഇതുപോലെ രക്തം കണ്ട് ആനന്ദിക്കാനാണ്. അതുകൊണ്ട് ഇനിയൊരു മനസ്സിണക്കപ്പെട്ട ആൾക്കാരോട് പറയാണ്, ഒരു വീട്ടിൽ ഒരു കൊച്ചു കുഞ്ഞിനോട് പോലും ഇത് 2 ഒന്നാണെന്ന് നിങ്ങൾ പഠിപ്പിക്കരുത്. കാരണം പരിശുദ്ധനായ ദൈവത്തിന്റെ നാമത്തിൽ ജീവിക്കുന്ന ക്രിസ്തീയ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ നാവിൽ
ഈ അശുദ്ധമായതിനെ വിശുദ്ധിയോടെ ഒരുമിച്ച് ചേർക്കരുത്. അശുദ്ധിയും വിശുദ്ധിയും കൂടെ ഒരുമിച്ച് ചേർക്കരുത്. അത് പ്രത്യേകം പറയാണ്. പിന്നെ ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് യേശു വീസ ഒന്നാണ്. പക്ഷെ എൻ്റെ വിശ്വാസം, ബൈബിളിലെ വിശ്വാസം അനുസരിച്ച് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 3-4 വായിക്കുമ്പോൾ ഒരു കാര്യം കാണാം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇങ്ങനെ ഒരു യേശുക്രിസ്തുവിനെ പറ്റിയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. എന്നാൽ മനസ്സിലാക്കപ്പെട്ട ചില എണ്ണത്തിന് ഇങ്ങനെ ഒരു വാക്യം ഇല്ലാതിരിക്കെ ബാക്കിയുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം യേശുക്രിസ്തു ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. നിങ്ങൾ പറയുന്ന പണി ഞാൻ ചെയ്യാം. എനിക്ക് ഇങ്ങനെ ഒരു വാക്യം കാണിച്ചു തരണം. വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തു മറ്റിതര ഗ്രന്ഥങ്ങളിലുള്ള ഈസയോ കൽക്കിയോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ആണെന്ന് നിങ്ങൾ ആരെയും ഉറപ്പിച്ച് ധൈര്യമായിട്ട് മുമ്പോട്ട് വരുന്നതിനോട് ഞാൻ പറയാണ്, വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ 1 കൊരിന്ത്യർ ലേഖനം 15-4 പറഞ്ഞിരിക്കുന്ന പോലെ ഈ വാക്യം ആ ഗ്രന്ഥങ്ങളിൽ നിങ്ങൾ കാണിച്ചു തരണം. ഇത്രേ ഉള്ളൂ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. എൻ്റെ കർത്താവായ യേശു ക്രിസ്തു വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്നത് സകല മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിക്കാൻ വേണ്ടിയാണ്, അടക്കപ്പെടാൻ വേണ്ടിയാണ്, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയാണ്. അതില്ലാത്ത ഏതെങ്കിലും ഒരു പൊട്ടനെ പിടിച്ചിട്ട് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ആണ് ഇത് രണ്ടും ഒന്നാണെന്നും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്നാൽ അവരോട് പറയാണ് ഇത് രണ്ടും ഒന്നാണെന്ന് അവരുടെ പുസ്തകം വെച്ചും ഈ പുസ്തകം വെച്ചും തെളിയിച്ചു തരണം. കാരണം 1 കൊരിന്ത്യർ ലേഖനം 1:23 പറയുന്നത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങളെല്ലാവരും, ഞാനും ജെയിംസ് അങ്കിളോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഞങ്ങൾ പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. അല്ലാതെ ക്രൂശിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി പിന്നീട് പന്നിയെ കൊല്ലാനും കുരിശ് ചേർക്കാനും നികുതി ഇല്ലാതാക്കാനും വരുന്ന ഒരുത്തനെ പറ്റിയല്ല ഞങ്ങൾ പറയുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 15:14 പറയുന്നു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥവും. ഞങ്ങളുടെ വിശ്വാസം ഉറപ്പുള്ളതാണ്, ഞങ്ങളുടെ പ്രസംഗവും ഉറപ്പുള്ളതാണ്. കാരണം ഞങ്ങൾ പ്രസംഗിക്കുന്നതും ഞങ്ങൾ വിശ്വസിക്കുന്നതും സകല മനുഷ്യരെയും പാപങ്ങൾക്കായിട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാത്ത ഏതെങ്കിലും ഒരുത്തനെ ഇതിനോട് കൂട്ടിക്കെട്ടുന്നവൻ കള്ളപ്രവാചകന്റെ അടിമകളാണ്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. സാമെ ബാക്കി സംസാരിച്ചു. ഒരേ ഒരു കാര്യം പ്ലീസ്. ഇതിനിടയിലൂടെ ഒരു ചെറിയൊരു കുത്തിക്കയറ്റം കൂടെ പുള്ളിക്കാരൻ നടത്തി. അതായത് ജൂതോ ക്രിസ്ത്യാനിറ്റിയുടെ പരമ്പരയിൽ വന്ന മുഹമ്മദ്, പൊന്നു ബ്രദറെ, അവർക്ക് പോലും ഇല്ലാത്ത വാദം താങ്കൾ എന്തിനാ ഇതിനകത്ത് വാദിക്കാൻ പറ്റുന്നത്? അതിനകത്ത് അവരുടെ ഇതിനകത്ത് തന്നെ എഴുതിയിരിക്കുന്നു, കുപ്പക്കൊന്നിലെ ഈന്തപ്പനെന്ന് അവനെ പറ്റി പറഞ്ഞേക്കുന്നത് ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആ കാഫിറിനെ. മനസ്സിലായോ? കുപ്പക്കൊന്നിലെ ഈന്തപ്പന. ഇത് നമ്മുടെ ബൈബിളിലോ അല്ലെങ്കിൽ ബൈബിള് അല്ലെങ്കിൽ നമ്മുടെ അപ്പോളജിസ്റ്റ് എഴുതിയ ബുക്കിനകത്ത് റെഫറൻസ് ചെയ്തിട്ടല്ല പറയുന്നത്. ഇത് അതേപോലെ അവരുടെ റെഫറൻസ് തന്നെ പറയുന്നത്, കുപ്പക്കൊന്നിലെ ഈന്തപ്പന എന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ ഒരുത്തനെ ഈ ജൂതന്റെയും ക്രിസ്ത്യാനിയുടെയും വംശപരമ്പരയിൽ പെടുത്തി കളഞ്ഞല്ലോ നിങ്ങള്. ബാക്കി എല്ലാം ഞാൻ സത്യം പറഞ്ഞാൽ അത് നിങ്ങളുടെ അറിവുകാരാണെന്ന് സമ്മതിക്കാം. പക്ഷെ താങ്കളെല്ലാം പഠിച്ചു എന്നും പറഞ്ഞിട്ട് ഇമാതിരിയുള്ള ഡയലോഗും പറഞ്ഞിട്ട് ദയവ് ചെയ്ത് ഞങ്ങളുടെ ഇടയിൽ വരരുത്. ശരി ശരി. ഒന്നുകിൽ ഞങ്ങളുടെ ക്ലാസ് വന്ന് അറ്റൻഡ് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക പ്ലീസ്. ഞാൻ മറുപടി പറയണേ. ബോസിന്റെ ധാരണയ്ക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പറയാൻ ഒരു അവസരം കൊടുക്കണം. ഒറ്റ കാര്യം ഇവിടെ ഒരു ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഒരു പ്രശ്നമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. അതായത് ഈ ബോവാസ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് പറഞ്ഞു വരുമ്പോ ഉള്ള ഒരു പെശകാണ് ഇപ്പൊ ഇത്രയും കൺഫ്യൂഷനോടെ ഉണ്ടാവാനുള്ള കാരണം. കാരണം ഇദ്ദേഹം പറയുന്നതിലെ ചില കാര്യങ്ങൾ ശരിയും, എന്നാൽ അദ്ദേഹം വെക്കുന്ന കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നവും കൂടി ഉണ്ട്. അതായത് ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു പക്ഷെ ഇങ്ങനെയായിരിക്കാം, എനിക്ക് ഉറപ്പില്ല. ഒരു പ്രോട്ടോ ഖുറാൻ ഉണ്ടായിരുന്നു. ആ പ്രോട്ടോ ഖുറാൻ ഒരു ക്രിസ്ത്യൻ കൾട്ടിന്റെ ഒരു ലക്ഷണറി ആയിരുന്നു. അത് പിന്നീട് ഇവോൾവ് ചെയ്ത് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു രീതിയിലേക്ക് വന്നു. പക്ഷെ ഇദ്ദേഹം പറഞ്ഞു വരുമ്പോൾ പ്രശ്നം എന്താന്ന് വെച്ചാൽ ആ ഇവോൾവ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടുള്ള ആ ബുക്കിലുള്ള ഈസാ നബിയും നമ്മുടെ യേശു ക്രിസ്തുവും സെയിം ആണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. അതാണ്, അത് ശരിയല്ല. അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ആ ഫൈനൽ പ്രോഡക്റ്റും അതായത് ഖുറാനിലുള്ള ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഈസാ നബിയും ബൈബിളിലെ യേശു ക്രിസ്തുവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് ഒരു നിലയ്ക്കും നമുക്കത് തമ്മിൽ
കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞത് ഈ രീതിയിലാണെങ്കിൽ, അതായത് ഇന്ന് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഈ ഖുറാന്റെ പ്രോട്ടോ ഖുറാൻ, അതായത് അതിൽ മുന്നുള്ള ആ ഒരു ക്രിസ്ത്യൻ ലക്ഷണറിയിലെ ആശയങ്ങളും ഇന്ന് നമ്മുടെ ബൈബിളിലെ ആശയങ്ങളും സെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റാണ്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ എന്ത് പറ്റി? ഖുറാനിലുള്ള ഈസാ നബിയും ഇതും ഒന്നാണ് എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. അത് തെറ്റാണ് ബോവാസ്. അത് നിങ്ങൾ ഒരുപക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അത് പഠിച്ച് കുറച്ചും കൂടി കറക്റ്റായിട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാവും. ഇത് പ്രോട്ടോ ഖുറാനിലുള്ള കാര്യങ്ങളാണ് താങ്കൾ പറയുന്നത്. ഈ കിറാന എന്നുള്ള വാക്കും ഇതൊക്കെ ശരിയാണ്. നിങ്ങൾ പറഞ്ഞ കുറെ ശരികളുണ്ട്. അതൊക്കെ ഇങ്ങോട്ട് കടമെടുത്തിട്ടുള്ളതാണ് ഖുറാനിലേക്ക്. അല്ലെങ്കിൽ കടമെടുത്തു എന്ന് പറയാൻ പറ്റില്ല, അത് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുപോലെ. നമ്മളിപ്പോ ഇങ്ങനെയുള്ള കുറെ നമ്മുടെ ക്രിസ്മസ് ഉണ്ട്, പല കാര്യങ്ങളും പറയുന്നുണ്ട്. നമ്മൾ സൈറോ അറാമിക് റീഡിങ് ഓഫ് ഖുറാനിലെ ഇതൊക്കെ വായിച്ചു നോക്കിയാൽ നമുക്ക് കുറെ വിവരങ്ങൾ കിട്ടും. പക്ഷെ താങ്കള് പറഞ്ഞു വന്നപ്പോ എന്ത് പറ്റി? ഈ ഫൈനൽ ഖുറാനിലുള്ള ഈസയും നമ്മുടെ യേശുവും ഒന്നാണ് എന്നുള്ള ഒരു വാദം താങ്കൾ വെച്ചതാണ് താങ്കൾക്ക് പറ്റിയ തെറ്റ്. അത് തെറ്റാണ്. കാരണം ഇത് ഇവോൾവ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ആ ക്യാരക്ടർ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി, വേറെ തന്നെ ഒരു ക്യാരക്ടറായി മാറി. അപ്പൊ അത് താങ്കളൊന്ന് കറക്റ്റ് ചെയ്താൽ ഈ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടെ. ഞാൻ ആൻസർ പറഞ്ഞോട്ടെ സഹോദര. ബോസ് ഒരു സെക്കൻഡ് താങ്കളിലേക്ക് വരാം. കാരണം താങ്കൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്നില്ല എന്നൊരു വിഷമം ഞങ്ങൾക്കുണ്ട്. അതിനു മുമ്പ് സാമ്പ്രദർ പെട്ടെന്ന് ക്വിക്കായിട്ട് കൺക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ജെയിംസ് സാറിലേക്ക് ഒന്ന് പോയിട്ട് ബോസിലേക്ക് വരാം. എനിക്ക് പറയാനായിട്ട് ഇത്രയേ ഉള്ളായിരുന്നു. ഇദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ഇദ്ദേഹം വലിയൊരു തെറ്റുണ്ട്. ഇദ്ദേഹം ഈസായും യേശു ഒന്നാണെന്ന് പറയുമ്പോൾ അള്ളാഹുവും യഹോവയും ഒന്നാണെന്നുള്ള രീതി പറഞ്ഞു വെക്കേണ്ടതായിട്ടുള്ള ആവശ്യകത ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ എന്തിൻ്റെ പേരിനകത്തായാലും അദ്ദേഹം പറഞ്ഞു വെച്ച വലിയൊരു പാപമുണ്ട്. എൻ്റെ കർത്താവ് സർവശക്തനായ ദൈവം കൂട്ടിക്കൊടുക്കുന്ന ഒരു ദൈവമല്ല എന്നുള്ള കാര്യം ബോവാസിന് അറിയാമല്ലോ. ബോവാസിന് അതിനകത്ത് എതിർപ്പുണ്ടെങ്കിൽ പറയണം. സ്വർഗത്തിൽ 72 ഹൂറിമാരെ കൂട്ടിക്കൊടുക്കുകയും ബാലന്മാരെ കൊടുക്കുകയും മദ്യം ഒഴുക്കി കൊടുക്കുകയും പൊരിച്ച മീനിൻ്റെ കരൾ കൊടുക്കുകയും പ്രതിമകളെ കൊണ്ടുവന്ന് ചന്തയെ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ ചതിനുമായിട്ട് ബന്ധപ്പെട്ടോളൂ എന്ന് പറയുകയും 70 അടി നീളമുള്ള പനയുടെ തരത്തിലുള്ള ലിംഗാവയവങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ദൈവമല്ല യഹോവ. ഖുറാനകത്ത് പറയുന്ന അള്ളാഹു അങ്ങനെയുള്ളവനാണ്. അത് തെളിയിക്കാനായിട്ട് സാധിക്കും. സർവശക്തനായ യഹോവ ഒരു കല്ലിലും ഒരു മുള്ളിലും ഒരു ഇതിനകത്തും കുടികൊള്ളുന്നവനുമല്ല. പക്ഷേ അള്ളാഹു കറുത്ത കല്ലിൽ കുടികൊള്ളുന്നവൻ തന്നെയാണ്. അതും തെളിയിക്കാനായിട്ട് സാധിക്കും. താങ്കൾ അറിഞ്ഞോ അറിയാതെയോ ഈ പാപത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ താങ്കൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വളരെയധികം വലിയൊരു പ്രശ്നത്തിലേക്കാണ് താങ്കൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് നമ്മുടെ ജെയിംസ് സാർ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. താങ്കൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ വന്നിട്ട് താങ്കൾ കേൾക്കുക, സത്യം മനസ്സിലാക്കുക. സത്യം താങ്കൾക്ക് മനസ്സിലായതിനു ശേഷം ഇത്തരത്തിലുള്ള കൾട്ടുകളെ എടുത്ത് ദൂരെ കളഞ്ഞതിന് ശേഷം സർവശക്തനായ ദൈവത്തിൻ്റെ കൂടെ നിന്നിട്ട് യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ട് നിത്യജീവനെ അവകാശമാക്കുവാനുള്ള വഴി നോക്കുക എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബാക്കി ജെയിംസ് സാർ സംസാരിക്കുന്നതുകൊണ്ട് ഐ ജസ്റ്റ് കീപ്പിംഗ് സൈലൻറ്റ്. ഓക്കെ, ജെയിംസ് സാർ സംസാരിച്ചു. ഓക്കെ, താങ്ക് യു. ബോസിന്റെ ആർഗ്യുമെന്റ് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അജീഷ് സഹോദരൻ ചോദിച്ചത് ഈ ഈസായും യേശുക്രിസ്തുവും ഒന്നാണെന്നുള്ളതിന് ബൈബിളും ഖുറാനും വെച്ച് തെളിയിക്കാനാണ്. പക്ഷെ ഉടനെ തന്നെ ചാടി ബൈബിളിൽ വിശ്വസിക്കുന്നവർ തമ്മിൽ എന്തെങ്കിലും ഫൈനർ അണ്ടർസ്റ്റാൻഡിംഗ് വ്യത്യാസം ഉണ്ടോ അതിലേക്ക് പോവുക. ഇന്ത്യൻ ഭരണഘടനയും അമേരിക്കൻ ഭരണഘടനയും തമ്മിൽ കമ്പയർ ചെയ്തൊരു ചർച്ചയ്ക്കിടയ്ക്ക് ഇന്ത്യൻ ഭരണഘടന 2 വക്കീലന്മാർ 2 രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നു പറയുന്നതിനൊന്നും ഒരു പ്രസക്തിയുമില്ല. അപ്പം വാസ്തവത്തിൽ ബോസോരൻ ചെയ്യേണ്ടിയിരുന്നത് ഖുറാനും ബൈബിളും വെച്ചിട്ട് ഇതിൽ രണ്ടിലും ഒരെണ്ണത്തിൽ ഖുറാനിൽ ഈസാ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണുന്നുണ്ട്, ബൈബിളില് യേശുക്രിസ്തു എന്നൊരു വ്യക്തിയെ കാണുന്നുണ്ട്. ഖുറാനിലെ ഈസ വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ്. ബൈബിളിലെ യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. ക്രൂശിക്കപ്പെട്ട് ക്രൂശിൽ കിടക്കുമ്പം പോലും ഇവർ ചെയ്തത് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ആ സ്നേഹത്തിന്റെ പാരമ്യം, ആ ദൈവിക സ്വഭാവങ്ങളുടെ ഉത്തുംഗ ശൃംഗമാണ്, അങ്ങേയറ്റമാണ് നമ്മൾ യേശുക്രിസ്തുവിൽ കാണുന്നത്. അപ്പൊ ഈ യേശുക്രിസ്തുവിനെ വാസ്തവത്തിൽ ആരോടും നമുക്ക് ഉപമിക്കാനായിട്ട് പറ്റില്ല. ഈസ അല്ല, ലോകത്തിൽ ആരോടും ഉപമിക്കാൻ പറ്റില്ല. യേശുക്രിസ്തു ദൈവമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കമ്പാരിസണേ വാസ്തവത്തിൽ ശരിയല്ല. അങ്ങനെ ചെയ്യാനും പാടില്ല, ചെയ്യാൻ കഴിയത്തുമില്ല, യുക്തിസഹിതമായിട്ടും പറ്റത്തില്ല. എങ്ങനെയാ മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് അവർക്ക് പാപമോചനം വരുത്തിയ ഒരാളെയും
ഉടായിപ്പ് കാണിച്ച് എങ്ങനെയോ രക്ഷപ്പെട്ട് പകരം ഒരുത്തനെ കൊന്നിട്ട് തട്ടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോയെന്ന് സങ്കല്പിക്കുന്ന ഒരു ഈസയൊക്കെ തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അതുപോലെ നേരത്തെ അജീഷ് സൗരൻ പറഞ്ഞ പോലെ ഈ പുള്ളി ഇനിയും വരുന്നത് എന്തിനാ? ഒരു രക്തച്ചൊരിച്ചിലിന് വേണ്ടിയാണ്. അപ്പം വാസ്തവത്തിൽ ഒരു കമ്പാരിസണും ഇല്ല, അൺകമ്പയറബിൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നത് പോലെ. അപ്പം ബോസവൻ അതിനെക്കുറിച്ചായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ ഇന്ന വിഭാഗങ്ങൾ തമ്മിൽ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരല്പം വ്യത്യാസമാണ്. അത് നമ്മുടെ ഒരു വീടെടുത്താലും വീട്ടിലുള്ള അംഗങ്ങൾ തമ്മിലുള്ള പല കാര്യങ്ങളെക്കുറിച്ചും പല അണ്ടർസ്റ്റാൻഡിങ്ങിലും വ്യത്യാസം കാണും. അതുകൊണ്ട് വീടല്ലാതാവില്ല, ക്രിസ്ത്യാനിറ്റി അല്ലാതാകില്ല. ഈ അടിസ്ഥാന പ്രമാണം ഒന്നായിരിക്കുന്നിടത്തോളം കാലം ഈ അടിസ്ഥാന പ്രമാണങ്ങൾ വിശ്വസിക്കുന്നവരെല്ലാവരും ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കമ്പാരിസൺ പോകരുതായിരുന്നു. അതൊരു ശരിയായ കമ്പാരിസൺ അല്ല. അതൊരു കാറ്റഗറി എറർ എന്ന് പറയുന്ന ഒരു ഈ ഫാലസിയുടെ കാറ്റഗറി വരുന്ന ഒരു കാര്യമാണ്. ഒന്നിനോട് ഉപമിച്ചിട്ട് മറ്റെന്തോ സാധിച്ചെടുക്കാൻ പറയുന്നത്. നമ്മളിപ്പം ഇവിടെ ആവശ്യം ഖുറാനും ബൈബിളും വെച്ച് ഈസയും ക്രിസ്തുവും ഒന്നാണെന്ന് തെളിയിക്കാൻ കഴിയുമോ? അജീഷ് സൗരൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ അല്ല. അതിനുവേണ്ട ഇഷ്ടംപോലെ തെളിവുകളും അദ്ദേഹം ഹാജരാക്കി. രണ്ടുപേരും വ്യത്യസ്തരാണ്. ഇനിയും എനിക്ക് ഇവര് ഈ ഭൂമിയിൽ വന്നപ്പോഴുള്ള അജീഷ് സൗരൻ അത് മനോഹരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുകൂടെ എംഫസൈസ് ചെയ്ത് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇവരെന്തിനാ വന്നേ? ആഗമനോദ്ദേശം. ഈ ഈസായുടെ ഇവരുടെ ആളിന്റെ ആഗമനോദ്ദേശത്തെ കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ല. യേശുക്രിസ്തു വന്ന ആഗമനോദ്ദേശം ബൈബിള് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം എബ്രായ ലേഖനം 9-ാം അധ്യായം എടുത്താല് അതിന്റെ 12-ാം വാക്യത്തിൽ ഹീബ്രൂസ് 9:12 എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിക്കാനായിട്ടാ യേശുക്രിസ്തു വന്നേ. അതുപോലെ തന്നെ 9:25 അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അതായത് ഒരു വൺസ് ഫോർ ഓൾ ഒരു പാപമോചന മാർഗം ഒരുക്കാനായിട്ടാണ് യേശുക്രിസ്തു വന്നത്. 9:25 സെക്കൻഡ് ഹാഫിൽ പറയുന്നത് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. വൺസ് ഫോർ ഓൾ ഹ്യൂമാനിറ്റിയുടെ പാപമെന്ന് പറയുന്ന ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനായിട്ടാണ് ഈ യേശുക്രിസ്തു വന്നത്. സാക്ഷാൽ ദൈവമായവന് ഒരു മനുഷ്യനായിട്ട് അവതരിച്ചത്. എബ്രായ ലേഖനം 10 നമ്മളത് വായിക്കുന്നുണ്ട്. ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് യേശുക്രിസ്തു ഒരിക്കലായിട്ട് കഴിച്ച യേശുക്രിസ്തുവിന്റെ യാഗത്താൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം എന്നേക്കുമായിട്ട് ശുദ്ധീകരിക്കപ്പെടുക, പാപമോചനം പ്രാപിക്കുക. അതുപോലെ 10:12 10:12 യേശുവ പാവങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് ഒറ്റ യാഗം വഴി സകല മനുഷ്യർക്കും പാപമോചനം വരുത്തുക. അതുപോലെ എന്നേക്കും യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് വീണ്ടും ആ എന്നേക്കും എന്നുള്ള പദം നമ്മൾ കാണുക. അതുപോലെ 10:14 അവൻ വിശദീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. എല്ലാ കാലത്തേക്കും, ഫോർ എവർ ആൻഡ് എവർ, എറ്റേണിറ്റിയിൽ മുഴുവനും നമ്മുടെ പാപമോചനം വരുത്താനായിട്ടാണ് യേശുക്രിസ്തു വന്നത്. ഇനിയും 10:18 ഇത് നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. എന്നാൽ ഇവയുടെ മോചനം ഉള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. ഇനിയും പാപമോചനത്തിനായിട്ട് ലോകത്താരും ഒരു കാര്യവും ചെയ്യേണ്ട ആവശ്യമില്ല. ലോകത്തുള്ള ഏതൊരു മനുഷ്യന്റെയും പാപത്തിന് അഡിക്വേറ്റ് ആയിട്ട്, സമ്പൂർണമായിട്ട്, പൂർണ്ണമായിട്ട്, വൺസ് ഫോർ ഓൾ, എന്നേക്കുമായിട്ട്, ഒരിക്കലായിട്ട് വിമോചനം വരുത്താനുള്ള മാർഗം ഒരുക്കുകയായിരുന്നു ഈ യേശുക്രിസ്തുവിന്റെ ആഗമനോദ്ദേശം. അപ്പം നമ്മൾ ഖുറാനിൽ കാണുന്ന ഈസായുടെ ആഗമനോദ്ദേശം ഒന്നും അല്ല. ഇത് വളരെ ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ലോകത്തിലെ മനുഷ്യരെല്ലാം ദൈവത്തിനെതിരെ പാപം ചെയ്തു. ലോക സൃഷ്ടിതാവായ, സർവശക്തനായ, സർവസ്നേഹിയായ, എല്ലാ നന്മകളുടെ ഉറവിടമായ നിത്യനായ ദൈവത്തിനെതിരെ വെറും ഒരു ശ്വാസത്തിന്റെ മാത്രം വിലയുള്ള മനുഷ്യൻ അനുസരണക്കേടും ഡിസ്റെസ്പെക്റ്റും ഡിസോണറും പാപവും ഒക്കെ ചെയ്ത് ദൈവത്തെ വിട്ടുപേക്ഷിച്ചു പോയ മനുഷ്യനാണ്. ഈ മനുഷ്യന് ന്യായമായ ശിക്ഷയെന്ന് പറയുന്നത് നിത്യശിക്ഷയാണ്. നിത്യനായ ദൈവത്തിനെതിരെയുള്ള ഏത് കുറ്റത്തിനും കൊടുക്കാവുന്ന ഏക ശിക്ഷ നിത്യശിക്ഷയാണ്. നമുക്കറിയാം, ഇപ്പം ഒരു കുഞ്ഞൊരു കല്ലെടുത്തെറിഞ്ഞാൽ അത് വലിയ കേസൊന്നുമല്ല. പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വരുമ്പോൾ ഒരു കല്ലെടുത്ത് അതുപോലെ എറിഞ്ഞാൽ തൂക്കിക്കൊല്ലും. കാരണം അത് രാജ്യദ്രോഹ കുറ്റമായിട്ടാണ് പരിഗണിക്കുന്നത്. ഒരു ഫോറിൻ ഡിഗ്നിറ്ററി, ഒരു വിദേശ രാജ്യത്തെ തലവൻ ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തെ
ചെറിയ തോതിൽ ആക്രമിക്കുക പോലും ചെയ്താൽ വധശിക്ഷ പോലും കിട്ടിയെന്ന് വന്നേക്കാം. എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്യുന്നത് ആരോടാണെന്നുള്ളത് അനുസരിച്ച് നമ്മുടെ തെറ്റിന്റെ ഗൗരവം, അതിന്റെ ഗ്രാവിറ്റി വർദ്ധിച്ചു വരും. അങ്ങനെയാണെങ്കിൽ നിത്യനായ, സർവശക്തനായ, നല്ലവനായ, സ്നേഹത്തിന്റെ ഭാവമായിട്ടുള്ള ദൈവത്തോട് മനുഷ്യൻ കാണിച്ച പാപത്തിന് ഒരേ ഒരു ശിക്ഷയുള്ളൂ, നിത്യ നരകശിക്ഷ. അതല്ലാതെ ഒരു ശിക്ഷ കൊണ്ടും അവന്റെ തെറ്റിന് പരിഹാരം വരാനായിട്ട് കഴിയില്ല. അതിന് മതിയാകുന്ന വേറെ ശിക്ഷയൊന്നുമില്ല. ഈ മനുഷ്യന്റെ നിത്യമായ നരകശിക്ഷയ്ക്ക് പകരമായിട്ട് മരിച്ച് നമ്മുടെ നരകശിക്ഷ ഏറ്റെടുത്ത് നമ്മുടെ ആ നരകശിക്ഷയിൽ നിന്ന് നമ്മളെ വിടുവിക്കാനായിട്ടാണ് യേശുക്രിസ്തു വന്നത്. ഇതെന്തോ ഒരു മിഷനാണ്. ഇതിനെ എങ്ങനെ വേറെ ആരുടെയെങ്കിലും മിഷനായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും? നല്ല കാര്യം പഠിപ്പിക്കാൻ വന്ന വേറെ അനേകരുണ്ട്. നമ്മൾ ഇസ്ലാമിൽ അങ്ങനെയുള്ളവരെയൊന്നും കാണുന്നില്ല, വേറെ അനേകരുണ്ട്. അവരുമായിട്ടൊന്നും ഒരു താരതമ്യവും ഇല്ലെന്ന്. യേശുക്രിസ്തു ഈ ലോകത്തിലെ ഏറ്റവും നല്ലവരെയും യേശുക്രിസ്തുവിനെയും കൂടെ കമ്പയർ ചെയ്താൽ തന്നെ ആകാശവും ഭൂമിയേക്കാളും ഉള്ള ദൂരമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഈസയോടോ അല്ലെങ്കിൽ നമുക്ക് ഖുറാനിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അള്ളായോടോ ഒന്നും യേശുക്രിസ്തുവിനെ താരതമ്യപ്പെടുത്താൻ പറ്റില്ല. എന്റെയും ബോവാസിന്റെയും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും നിത്യശിക്ഷാവധിക്ക് പകരം ശിക്ഷാവധി അനുഭവിച്ച് നമുക്ക് പാപമോചനം നൽകാനായിട്ട് വന്ന ആളാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു ആ പാപമോചനത്തിനായിട്ട് നമുക്ക് വേണ്ടി പകരമായിട്ട് ശിക്ഷകൾ മുഴുവൻ അനുഭവിച്ചു. സർവജ്ഞാനിയായ ഒരുവന് ഒരു നിമിഷം ശിക്ഷ അനുഭവിച്ചാൽ ആ ശിക്ഷയുടെ വില വാസ്തവത്തിൽ നിത്യശിക്ഷയുടെ വില തന്നെയാണ്. കാരണം സർവജ്ഞാനിക്ക് നിത്യതയിൽ തന്നെ ഈ വേദന അതുപോലെ അറിയാമായിരുന്നു, ഒരിക്കലും ഇനിയും മറക്കത്തുമില്ല. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു എന്റെ നിത്യശിക്ഷാവിധിക്ക് പകരമായിട്ട് ആ ക്രൂശില് എനിക്ക് പകരമായിട്ട് മരിച്ച് എനിക്ക് പരിഹാരമാർഗം ഒരുക്കിയിരിക്കുന്നു. ഇതൊരു യുണീക് മിഷനാണ്. ഇങ്ങനൊരു മിഷൻ ഒരു റിലിജനിലും കാണത്തില്ല. ഇങ്ങനൊരു വ്യക്തി എങ്ങുമില്ല. യേശുക്രിസ്തു അതുല്യനാണ്. യേശുക്രിസ്തുവിനെ നമുക്ക് ആരോടും കമ്പയർ ചെയ്യാൻ ഒരിക്കലും സാധിക്കത്തില്ല പ്രിയ ബോസവർ. അതുകൊണ്ട് ഈ പണിക്ക് ഇനി ഇറങ്ങരുത്. മറിച്ച് ഈ യേശുക്രിസ്തു ഒരുക്കിയ രക്ഷയുടെ പ്രയോജനം അനുഭവിച്ച് പാപമോചനം പ്രാപിക്കാനായിട്ട് ശ്രമിക്കണം. അതിന് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓരോരുത്തരും, നമ്മൾ ആരാണെങ്കിലും ഇതുവരെ പാപമോചനം ലഭിച്ചിട്ടില്ലാത്ത ആരെന്നെ കേൾക്കുന്നുവോ, ബോസവറിന് ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും ചെയ്യേണ്ട കാര്യം ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കണം. നമ്മൾ ഒരു ദിവസം ചിന്തിക്കുന്ന കാര്യങ്ങൾ മാത്രം ഒരു കടലാസിൽ എഴുതി വെച്ചാൽ എത്രയോ മ്ലേച്ഛമായിരിക്കും ആ പേപ്പറിൽ. അതിനകത്ത് പക, പിണക്കം, കോപം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അല്ലെ, മലിനമായ ചിന്തകള്, ലൈംഗിക ആഗ്രഹങ്ങൾ എന്തെല്ലാം കാണും. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ സകല മനുഷ്യരും പാപികളാണ്. അത് നമ്മൾ ഓരോരുത്തരും അംഗീകരിക്കണം. രണ്ടാമത്, എന്റെ പാപങ്ങൾക്ക് പകരമായിട്ടാണ് യേശുക്രിസ്തു മരിച്ചത്. യേശുക്രിസ്തുവിന്റെ ആഗമന ഉദ്ദേശം അതായിരുന്നു. മരിക്കാനായിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. എനിക്കും നമുക്ക് ഓരോരുത്തർക്കും പകരമായിട്ട് മരിച്ച് നമ്മുടെ ശിക്ഷ ഏറ്റെടുത്ത് നമ്മുടെ ശിക്ഷയ്ക്ക് പരിഹാരം വരുത്തുക. ഞാൻ ഒരാൾക്ക് 1 കോടി രൂപ കൊടുക്കാനുണ്ടെങ്കിൽ വേറൊരാള് അത് കൊടുത്തു തീർക്കുമ്പോൾ എന്റെ കടം തീരുന്നത് പോലെ നിത്യശിക്ഷാവിധിക്ക് അർഹനായി എനിക്ക് പകരമായിട്ട് മരിച്ച് എന്റെ ശിക്ഷ പകരം ഏറ്റെടുത്ത് എന്നെ വിടുവിക്കാൻ, എന്നെ രക്ഷിക്കാനായിട്ടാണ് യേശുക്രിസ്തു മരിച്ചത്. അത് ഞാൻ അംഗീകരിക്കണം. അപ്പൊ ഒന്നാമത് പാപിയാണെന്ന് അംഗീകരിക്കണം. രണ്ടാമതായിട്ട് യേശുക്രിസ്തു എന്റെ പാപങ്ങൾക്ക് പകരമായിട്ടാണ് മരിച്ചെന്ന് വിശ്വസിക്കണം. മൂന്നാമതായിട്ട് ഈ യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് സ്വീകരിക്കണം, അല്ലെങ്കിൽ യജമാനനായിട്ട് സ്വീകരിക്കണം. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇനി യേശുക്രിസ്തുവിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് തീരുമാനിക്കണം. അത് യേശുക്രിസ്തുവിന്റെ ഇഷ്ടം ഈ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതത് സമയത്ത് യേശുക്രിസ്തുവിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുക. അപ്പൊ 3 കാര്യങ്ങളാണ് ഈ യേശുക്രിസ്തുവിലൂടെ ഒരുക്കിയ രക്ഷ പ്രാപിക്കാനായിട്ട് വേണ്ടത്. നമ്മൾ ഓരോരുത്തരും പാപികളാണെന്ന് സമ്മതിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ചെന്ന് വിശ്വസിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി മുതൽ യേശുക്രിസ്തുവിനായിട്ട് ജീവിച്ചോളാം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ എന്റെ കർത്താവായി സ്വീകരിക്കുന്നു എന്നൊരു തീരുമാനം എടുക്കണം. ഈ വൺസ് ഫോർ ഓൾ ഈ ഡിസിഷൻ വളരെ പ്രധാനമാണ്. ഞാനൊരു വസ്തുവിന് 1 കോടി രൂപയാ വില പറഞ്ഞ കാശ് മുഴുവൻ മുൻപേറ് കൊടുത്താലും ഒരു കാര്യമില്ല. ആ ഡോക്യുമെന്റ് എഴുതി രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രാറും ഒപ്പിട്ട് അതിൽ സീല് വെക്കണം. എന്ന് പറഞ്ഞതുപോലെ ഇതൊരു കവനന്റാ, യേശുക്രിസ്തുവുമായിട്ട് നടത്തുന്ന ഒരു ഉടമ്പടിയാ. കർത്താവേ, ഞാനൊരു പാപിയാ, എന്റെ പാപങ്ങൾക്ക് പകരമായിട്ടാണ് അങ്ങ് മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇനി മേലാൽ അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചു കൊള്ളാം, അല്ലെങ്കിൽ അങ്ങേ എന്റെ കർത്താവായി സ്വീകരിക്കുന്നു. ഈ തീരുമാനം എടുത്താൽ അതോടുകൂടെ നമുക്ക് പാപമോചനം കിട്ടും.
അതാണ് വാസ്തവത്തിൽ ബോസവറിന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. അല്ലാതെ ഈ ഐഡിയോളജിയുടെ ഒക്കെ പുറകെ പോയിട്ട് അതും ഇതും എല്ലാം ഒന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് ബാക്കിയുള്ളവർക്കൊക്കെ തോന്നുമെന്നല്ലാതെ ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല ബോസവര. പാപമോചനം കിട്ടണമെങ്കിൽ ഈ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനിയും ചിലർ പറയും യേശുക്രിസ്തു മരിച്ചപ്പോൾ എല്ലാവർക്കും മോചനം കിട്ടിയെന്നൊക്കെ പറയുന്ന ചില വിദ്വാൻമാരുണ്ട്. അതും ഭോഷ്കാണ്. ബൈബിൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവനെ കൈക്കൊള്ളുന്നവര് ദൈവമക്കളാകുവാൻ അവൻ അവകാശം കൊടുത്തു. കൈക്കൊള്ളണം. അങ്ങനെ ഒരു പ്രമാണം വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മളെ സ്വതന്ത്ര ഇച്ഛയോടുകൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും തീരുമാനമെടുക്കാനുള്ള അവകാശം തന്നിട്ടുണ്ട്. അത് പിൻവലിക്കാൻ ദൈവത്തിന് ഇഷ്ടമേ ഇല്ല. അത് പിൻവലിച്ചാൽ നമ്മുടെ മനുഷ്യനെന്നുള്ള സ്റ്റാറ്റസ് നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ സ്വതന്ത്ര ഇച്ഛ ഉപയോഗിച്ച് നമ്മൾ തന്നെ വേണം ഇക്കാര്യം തീരുമാനിക്കാൻ. ദൈവം ഒരിക്കലും രക്ഷ പോലും നമ്മുടെ തലമേൽ അടിച്ചേൽപ്പിക്കുകയില്ല. കാരണം അങ്ങനെ അടിച്ചേൽപ്പിച്ചാൽ നമ്മൾ നമ്മുടെ സ്വതന്ത്ര ഇച്ഛ നഷ്ടപ്പെട്ടവരായിട്ട് ഒരു മെഷീൻ പോലോ ഒരു റോബോട്ട് പോലോ ഒക്കെ ആയിത്തീരും. അതുകൊണ്ട് ഇന്ന് ഏതൊരു മനുഷ്യനും ആവശ്യമായിട്ടുള്ളത്, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കണം, യേശുക്രിസ്തു എന്റെ പാപത്തിന് പകരമായിട്ടാണ് മരിച്ചതെന്ന് വിശ്വസിക്കണം. 3, ഈ യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കണം. അങ്ങനെ ചെയ്താൽ നമുക്ക് പാപമോചനം കിട്ടും, നമ്മുടെ ജീവിതം വ്യത്യസ്തമായി തീരും. അജീഷ് സഹോദരൻ പറഞ്ഞ പോലെ യേശുക്രിസ്തു ഒരു നാളിൽ വരും. അന്ന് നമ്മളെല്ലാവരും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും യേശുക്രിസ്തുവിനോടൊപ്പം ആ സന്തോഷത്തിന്റെ അദമ്യ സന്തോഷത്തിൽ എത്തിച്ചേരും. നമ്മള് 44-ാം സങ്കീർത്തനത്തില് എന്റെ പരമാനന്ദമായ യഹോവ എന്ന് വായിക്കുന്നുണ്ട്. പരമമായ ആനന്ദം എന്ന് പറഞ്ഞാൽ ആനന്ദത്തിന്റെ അങ്ങേ അറ്റം ദൈവസന്നിധിയിലാണ് ഒരു മനുഷ്യന് കിട്ടുന്നത്. അത് ഓരോ നിമിഷവും അവിടുത്തെ സന്തോഷം അല്ലെങ്കിൽ ആനന്ദം, ജോയ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു യാത്രയിലേക്കാണ് യേശുക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. അപ്പം ബോസോറിന് ഇന്ന് ആ തീരുമാനം എടുക്കാൻ കഴിഞ്ഞാൽ ഭാഗ്യവാനാകും, പാപമോചനം കിട്ടും. മാത്രമല്ല നമുക്ക് ഒരു വലിയ ബ്ലസ്സഡ് ഹോപ്പോടുകൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനായിട്ട് കാത്തിരിക്കാം. മറ്റേ ഈസായുടെ വരവിനായിട്ടല്ല, പന്നിയെ കൊല്ലുന്ന സമയം അല്ലെങ്കിൽ ക്രൂശ് നശിപ്പിക്കുന്ന, ടാക്സ് ഇല്ലാതാക്കുന്ന ഒക്കെ ചെയ്യുന്ന അങ്ങനെ ഒരാളുടെ ഒരു വരവിനായിട്ടല്ല, നമ്മളെ തന്നോട് ചേർത്ത് പരമാനന്ദമായ ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന അതിന്റെ അടിസ്ഥാനം നമ്മുടെ പാപമോചനം തന്നെയാണ്. പാപമോചനം പ്രാപിച്ച് വിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് ദൈവത്തിന്റെ സാന്നിധ്യം ആസ്വദിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാൻ ബോസോറിനെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ അവരെയും ആഹ്വാനം ചെയ്യുകയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജെയിംസ് സാറേ, താങ്ക് യു വെരി മച്ച്. ബോസ് ബ്രദറെ, താങ്കൾക്ക് മറുപടി പറയാൻ അവസരം വേണമെന്ന് പറഞ്ഞിരുന്നു. താങ്കളിലേക്ക് വരികയാണ്. ക്യുക്കായിട്ട് താങ്കൾക്ക് എന്താണ് മനസ്സിലായതെന്നൊന്ന് പറയണം. രാജാ ബ്രദർ പറഞ്ഞതിനോട് ആദ്യം പറയാം. രാജാ ബ്രദർ ഭയങ്കര വെൽ റെഡ് ആയിട്ടുള്ള ഒരാളാണ്. സാറ് സൈറോ അറമൈക് റീഡിങ് ഓഫ് ദ ഖുറാനൊക്കെ അറിയാവുന്ന ആളാണ്. ക്രിസ്റ്റോഫ് ലക്സംബർഗ്. ശരിയാണ്, ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ. അതായത് നമ്മുടെ പ്രോട്ടോ ഖുറാനോ ഖുറാനോ അല്ലെങ്കിൽ ഖുറാൻ എന്ന് പറയുന്നത് ഹിജ്രി 30 അല്ലെങ്കിൽ ഹിജ്രി 60 ആ ഒരു റേഞ്ചിൽ എഴുതിയിട്ടുള്ളതാണ്. പിന്നീട് വരുന്നതാണ് തഫ്സീറുകളും സീറകളും ഇതെല്ലാം. അത് 200 ഹിജ്ര പിന്നെ എന്താ പറയുന്നത്, സീറകൾ വരുന്നത് അബ്ബാസിദ് കാലിഫിൻ്റെ അൽ മൻസൂറിൻ്റെ കാലത്താണ്. 750 AD-യിലാണ്, 750 CE-യിലാണ് സീറകൾ വരുന്നത്. തഫ്സീറുകൾ വരുന്നത് 820 അൽ മാമൂൻ്റെ കാലത്താണ്. അപ്പോൾ ബൈ ദാറ്റ് ടൈം ഇസ്ലാം ഹാസ് ഡെവലപ്ഡ് ഇൻ ടു ഡിഫറെൻറ്റ് റിലീജിയൻ. ഇപ്പം ഞാൻ പറയുന്നത് ഖുറാനെ കുറിച്ചാണ്. ഖുറാൻ്റെ കാര്യവും ഇപ്പം നമ്മൾ ക്രിസ്തുമതം ഡെവലപ്പ് ചെയ്ത രീതി നോക്കുവാണെങ്കിൽ, ക്രിസ്തുമതവും ആദ്യം വാസ് എ സ്പ്ലിൻഡർ ഗ്രൂപ്പ് ഓഫ് ജൂദായിസം. അതിനുശേഷമാണ് ക്രിസ്തുമതത്തിന് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റിയും സ്വന്തമായിട്ടുള്ള തിയോളജിയും ഒക്കെ ഉണ്ടായത്. ഇപ്പം ഞാൻ പറഞ്ഞത് ഖുറാൻ എക്സിസ്റ്റ് ചെയ്ത കാര്യം, എക്സിസ്റ്റ് ചെയ്ത സമയത്തുണ്ടായിരുന്ന അതിൻ്റെ ബിലീഫിനെ പറ്റിയാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അല്ല ബ്രദറെ, അതില് ഈ ക്രിസ്ത്യാനികളുടെ ആദ്യകാലത്ത് എങ്ങനെയായിരുന്നു എന്ന് താങ്കൾ ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. അതൊന്നുകൂടെ ഒന്ന് പറയാമോ? അതായത് ജൂതമതത്തിലെ തന്നെ ഒരു സ്പ്ലിൻഡർ ഗ്രൂപ്പ് ആയിരുന്നു. സ്പ്ലിൻഡർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അപ്പസ്തോല പ്രവൃത്തികൾ വായിക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് പൗലോസ് പോയി പ്രസംഗിക്കുന്ന എല്ലാം സിനഗോഗുകളിലാണ്. അവിടെ പോയി പൗലോസ് പ്രസംഗിക്കുന്നത് യേശു ക്രിസ്തു ഒരു മിശിഹായാണെന്നാണ്. അതായത് യൂതന്മാരെ എക്സ്പെക്ട് ചെയ്യുന്ന മിശിഹായാണ് ക്രിസ്തു എന്നാണ് പൗലോസ് പ്രസംഗിക്കുന്നത്. പക്ഷെ അവിടെ പൗലോസ് പ്രസംഗിക്കുന്നത് നമ്മളൊക്കെറിയാം, ക്രിസ്തു മരിച്ചിട്ട് 10 വർഷത്തിന് ശേഷമാണ് പൗലോസിൻ്റെ സുവിശേഷം സുവിശേഷീകരണം ആരംഭിക്കുന്നത്.
15 കൊല്ലം AD 63 പൗലോസ് മരിക്കുന്നു. യോഹന്നാൻ എഴുതപ്പെടുന്നത് അല്ലെങ്കിൽ മാർക്ക് എഴുതപ്പെടുന്നത് ജെറുസലേം ദേവാലയം തകർക്കപ്പെടുന്നതിന് ശേഷമാണ്, 70-കൾക്ക് ശേഷമാണ്. അല്ല യോഹന്നാൻ ഇതിന്റെ ചരിത്രം ഒന്നും അല്ല ചോദിച്ചത്. ഈ സ്പ്ലിൻഡഡ് ഗ്രൂപ്പ് എന്ന് താങ്കൾ ഉദ്ദേശിച്ചത് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അതിനുള്ള മറുപടി സ്പ്ലിൻഡർ പറയും. ഗ്രൂപ്പ് എന്ന് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ വേറെ എന്തെങ്കിലും മറുപടി യൂത പറഞ്ഞിട്ട് കാര്യമുണ്ട്. കാരണം നമ്മൾ അപ്പസ്തോല പ്രവർത്തികൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ 2 തരത്തിലുള്ള ക്രിസ്ത്യാനികൾ കാണുന്നുണ്ട്. അതായത് യൂത ആചാരം അനുഷ്ഠിക്കുന്ന ക്രിസ്ത്യാനികളും യൂത ആചാരം അനുഷ്ഠിക്കാത്ത ക്രിസ്ത്യാനികളും. മനസ്സിലായോ? അപ്പൊ ആ രീതിയിലാണ് ഞാൻ പറഞ്ഞത്. യൂത മതത്തിലെ തന്നെ ഒരു സ്പ്ലിൻഡർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോ അത് എന്താ അത് പറയുന്നത്, എവിടെയാണ് താങ്കൾ വായിച്ചിരിക്കുന്നത് അങ്ങനെ സ്പ്ലിൻഡഡ് ഗ്രൂപ്പ്? അതിന്റെ ഒരു മലയാളം ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. സ്പ്ലിൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യഹൂദ മതത്തിന്റെ സ്പ്ലിൻഡഡ് ഗ്രൂപ്പ് എന്ന് താങ്കൾ പറയാനുള്ള സ്പ്ലിൻഡർ കാരണം എനിക്ക് മനസ്സിലായില്ല. SPLINTER സ്പ്ലിൻഡർ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂത മതത്തിന്റെ ഒരു ഔട്ട് ഗ്രോത്ത് എന്ന് പറഞ്ഞ ഇപ്പൊ പെന്തക്കോസ്തുകാരിൽ നിന്ന് പിന്നെ ബ്രദർങ്കരുണ്ടായില്ല, അതുപോലെ. അങ്ങനെയാണോ ഉണ്ടായത്? മതം യേശു ക്രിസ്തു ഈ മതം സ്ഥാപിച്ചു ഇല്ല. എന്നാണോ താങ്കൾ പറയുന്നത്? ഇത് താങ്കള് ബോബി ബ്രദറെ അല്ല ബോബി ബ്രദറെ ഒരു സെക്കൻഡ്. ബോസ് ബ്രദറെ, താങ്കൾ ഇല്ലാത്ത കാര്യങ്ങളാണ് വീണ്ടും ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. താങ്കൾ എന്തൊക്കെയോ വായിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ആ വായിച്ചതൊന്നും താങ്കൾക്ക് മനസ്സിലായിട്ടില്ല എന്നും ഇപ്പോൾ താങ്കളുടെ മറുപടിയിൽ നിന്നും വ്യക്തമാകുന്നു. കാരണം അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാർ ശക്തമായിട്ട് എതിർത്തിരുന്നതാണ് ക്രിസ്ത്യാനികളെ. അപ്പോൾ ആ ക്രിസ്ത്യാനികളുടെ ഒരു ഗ്രൂപ്പാണ്, അതായത് ക്രിസ്ത്യാനികളിൽ യഹൂദന്മാരിൽ ക്യാൻസർ പോലെ ഉണ്ടായ ഒരു ഗ്രൂപ്പാണ് എന്നാണ് താങ്കൾ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്. നമുക്കിപ്പോ ആ രീതിക്ക് നമുക്ക് ചർച്ച കൊണ്ടുപോകണ്ട. ഞാനിപ്പോ അല്ല, ഞാൻ ആ രീതിക്കല്ല. താങ്കൾ വ്യാജമായിട്ടുള്ള ഒരു പ്രസ്താവന ഇവിടെ വെക്കുമ്പോൾ, തെളിവുകളില്ലാതെ വ്യാജമായിട്ടുള്ള പ്രസ്താവന വെക്കുമ്പോൾ നമുക്കതിന് എക്സ്പ്ലനേഷൻ ചോദിക്കേണ്ടി വരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും താങ്കൾ ഇതേവരെ കേട്ടിട്ടില്ല. ക്രിസ്ത്യാനികളുടെ ചരിത്രവും താങ്കൾക്കറിയില്ല. താങ്കൾക്ക് ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല. അതിലും നല്ലത് ഇദ്ദേഹത്തിനോട് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം ഒന്ന് ചോദിക്കുന്നത്. താങ്കളുടെ അഭിപ്രായത്തിൽ എന്താ? ക്രിസ്ത്യാനിറ്റി യഹൂദ മതത്തിന്റെ ഒരു സ്പ്ലിൻഡർ ഗ്രൂപ്പ് ആണോ? അല്ല. ഏർലി ക്രിസ്ത്യാനിറ്റി, അതായത് നമ്മള് ജീസസ് ഇത് മൂവ്മെന്റ് എവിടെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുക. സ്പ്ലിൻഡർ ഗ്രൂപ്പ് ആണോ അല്ലയോ താങ്കളുടെ അഭിപ്രായത്തില്? അല്ല ബോവാസ് ബ്രദറെ, ഒരു മിനിറ്റ് ബോവാസ് ബ്രദറെ, എന്റെ പ്രശ്നം എന്നറിയോ? താങ്കള് ഇപ്പൊ നിന്നുകൊണ്ട് അന്ന് നടന്ന സംഭവങ്ങൾ നോക്കുമ്പോ താങ്കൾക്ക് തോന്നും ഇതൊരു സ്പ്ലിൻഡർ ഗ്രൂപ്പ് ആയിരുന്നു എന്ന് താങ്കൾക്ക് തോന്നും. പക്ഷെ ആക്ച്വലി അവിടെ തന്നെ ആ തിയോളജിക്കൽ ഡിഫറൻസ് ഒക്കെ ആ ഫസ്റ്റ് പോയിന്റിൽ തന്നെ തിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ട്. കാരണം യേശുവിനെ കൊന്നത് എന്തിനാണ് എന്നുള്ളത് ഈവൻ യഹൂദന്മാർക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. അല്ല, ഈ യഹൂദന്മാരുടെ ഇടയ്ക്ക് സ്പ്ലിൻഡർ ഗ്രൂപ്പ് ഇല്ലായിരുന്നു? യഹൂദന്മാരുടെ ഇടയ്ക്ക് സ്പ്ലിൻഡർ ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ അവരാരും മറ്റൊരു അതായത് ദൈവത്വം അതായത് ഒരു ട്രിനിറ്റി എന്നുള്ള രീതിയിൽ ഇത് കണ്ടിരുന്നില്ല. അതല്ലായിരുന്നു അവര് തമ്മിലുള്ള ഡിഫറൻസ്. രാജ ബ്രദറെ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ പുള്ളി പറയുന്ന പരപ്പിനകത്ത് ഇട്ടിട്ട് പുള്ളിയുടെ പുള്ളിയുടെ ആഴത്തിലേക്ക് പുള്ളി ഇറങ്ങുന്നില്ല. പുള്ളി ഇവിടെ വാക്ക് ആദ്യം വന്ന് ഇവിടെ പറഞ്ഞത് എന്താ? ഈ സൈം യേശു ഒന്നാണ്. അത് തെളിയിക്കാൻ പറഞ്ഞിട്ട് പുള്ളിക്ക് പറ്റിയില്ല. പുള്ളി അവിടുന്ന് ജമ്പ് ചെയ്തിട്ട് ഖുറാനിലോട്ട് ചാടിയിട്ട് അവിടെ കിടന്ന് മെഴുകി. അവിടെ നിന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അള്ളാഹു യഹോവ ഒന്നാണെന്ന് നിങ്ങൾ തെളിയിക്കുക. അതിന് പുള്ളി തയ്യാറായില്ല. പുള്ളി അവിടുന്ന് പിന്നെ ചാടിയതാ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഇതിനെക്കുറിച്ച് പറയാം. താങ്കൾ എവിടെയെങ്കിലും ഒന്ന് സ്ഥിരമായിട്ട് നിന്നിട്ട് താങ്കൾ പറയൂ എന്റെ വിശ്വാസം ഇതാണ് ഞാൻ ആധികാരികമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന രേഖ. ഒന്നും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് നിങ്ങള് ഈ ഈശോയുടെ ജനനവും അവരുടെ പാരമ്പര്യവും അതൊന്ന് നോക്കണം. യേശുക്രിസ്തുവിന്റെ ജനനവും അതിന്റെ പാരമ്പര്യവും അത് രണ്ടും കൂടെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ദൈവവചനത്തിന്റെ പ്രവചനം യേശുക്രിസ്തുവിൽ വരികയും ഒരിക്കൽ പോലും ഈ പറയുന്ന ഈശോയുടെ പാരമ്പര്യത്തിൽ അന്ന് ഒരു പ്രവാചകൻ വരുമെന്ന് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പുരോഹിതന്മാർ, അതായത് ലേവി ഗോത്രത്തിൽ നിന്നും ഒരു ക്രിസ്തു വരുമെന്നോ അല്ലെങ്കിൽ ദാവീദിന്റെ വംശപരമ്പരയിൽ നിന്നാണോ ക്രിസ്തു വരുന്നത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇതിൽ നിന്ന് 100% വ്യത്യാസമായി മനസ്സിലാക്കും. ഈശോയും യേശുവും ഒന്നല്ല, 100%. അതായത് ലേവി ഗോത്രത്തിൽ നിന്നാണ്.
അത് ക്ലിയർ ആയി, ഓക്കെ 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 അത് അല്ല അത് ഞാൻ ഓക്കെ പറഞ്ഞത് ആയി. ഞാൻ ഓക്കെ, എനിക്ക് ആ ഡിബേറ്റിലേക്ക് കിടക്കാൻ താല്പര്യമില്ല. പക്ഷെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, അതായത് ആ ഡിബേറ്റിലേക്ക് കടക്കണ്ട. ക്രിസ്തു താങ്കൾ ഇപ്പൊ നിൽക്കുന്ന കാര്യം പറഞ്ഞു, ഇപ്പൊ പറഞ്ഞതിന്റെ ബാക്കി പറഞ്ഞാൽ മതി. അത് ഓക്കെ ആയി. അത് ചൂഞ്ച ഒന്നുകൂടെ ഇപ്പൊ ഞാൻ താങ്കളോട് മുസ്ലിം പറഞ്ഞതേ ആണോ ഉള്ളൂ. എന്നുള്ള ചോദ്യത്തിന് ഞാൻ മുസ്ലിം അല്ല. ഞാൻ മുഹമ്മദ് നബിയെ അങ്ങനെ അംഗീകരിക്കുന്ന ആരും ആളല്ല. ചോദിച്ചില്ലല്ലോ. ചോദിച്ചോ? അച്ചൂഞ്ചാൻ ചോദിച്ചായിരുന്നോ ഇദ്ദേഹം മുസ്ലിം ആണെന്ന് ചോദിച്ചായിരുന്നോ? മുസ്ലിം ആണെന്ന് ചോദിച്ചില്ല, തൊഴിൽ അണിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം ആ എനിക്കുണ്ടായിരുന്നു. ഇനി ഞാൻ എനിക്കുണ്ടായിരുന്നു. മനസ്സിലാക്കുന്ന അതിപ്പോ ക്രിസ്തു അപ്പൊ ചോദിച്ചില്ല. ഒരു സംശയം ചോദിച്ചില്ല, എനിക്കുണ്ടായിരുന്നു. ഞാൻ അതങ്ങ് പറഞ്ഞോട്ടെ. പിൻവലിച്ചേര്. എനിക്കിനി അറിയേണ്ടത് ബോസ് അതങ്ങ് അറിയേണ്ടത് പിൻവലിച്ചേര്. ഞങ്ങൾ ആരും ചോദിച്ചിട്ടില്ല. ആ ഞങ്ങൾ ഓക്കെ, ആരും താങ്ക് യു. ചോദിച്ചിട്ടില്ല. ആ ഞാനത് ഇല്ലാത്തത് പറഞ്ഞിരുന്നു, അത് തൊഴിൽ അണിഞ്ഞു ഇല്ലാത്തത് പറയാൻ വന്നതാണോ പാടില്ല. എന്നുള്ളത്. അല്ല പക്ഷേ അതായത് ഞാൻ പറഞ്ഞിരുന്നു ഇത് തോലണിഞ്ഞ് വന്ന ഒരു കൂട്ടത്തിലാണോ എന്ന്. ഇനി ആയിക്കോട്ടെ. എനിക്ക് അത് അറിയേണ്ടത് അതുകൊണ്ട് അദ്ദേഹം ഈ കാണുന്ന മുങ്ങിയാണെന്ന് ഗ്രൂപ്പ് ഉണ്ടല്ലോ. നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. ആ അദ്ദേഹം വെച്ച അല്ലല്ല, ആ ഞാൻ ചോദിച്ചു പോയിന്റ്, പറഞ്ഞതല്ല. ആ വാക്ക് ശരിയല്ല. നമ്മൾ അങ്ങനെ തോലാണോ പറഞ്ഞിട്ടില്ല. ആ ഇനി ഇതിനകത്ത് ഈ രൂപം കാണുന്നല്ലോ, ഈ രൂപത്തിനകത്ത് അള്ളാഹുവിന്റെ കൈ ഒരു 8 പീസാക്കിയിട്ട് ഇതിന്റെ ഉള്ളിൽ വെച്ച് ഈ രൂപം ഉണ്ടാക്കാനുള്ള കാരണമല്ലേ അറിയാമോ ബോബസിന്? ഇങ്ങനെ ഒരു രൂപം എന്റെ DP കാണുന്ന ആ രൂപം ഉണ്ടല്ലോ, ആ രൂപം ഉണ്ടാക്കുക. അതായത് കാബയിലെ ഇങ്ങനെ ടൈറ്റിൽ നോക്കിയ കാബയിലെ കല്ല് ഏത് രൂപത്തിനുള്ളിൽ വെച്ചിരിക്കുന്നു. ഇത് അല്ല, ബാക്കിയുള്ള എല്ലാ നമ്മൾ സ്ഥലങ്ങളുണ്ട്. ഇത് ഞാൻ ഏത് പറഞ്ഞല്ലോ, ഓർമ്മപ്പെടുത്തുന്നു? ഓക്കെ, പറയാമെങ്കിൽ പറയൂ. അച്ചൻകുഞ്ഞ് ബ്രദറെ, ഞാൻ ആദ്യം വന്നപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ ഇതാണ്, നമുക്ക് കബയിലെ കല്ലിനെ കുറിച്ച് സംസാരിക്കാം. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പൊ പറഞ്ഞു, അപ്പൊ ഈസയുടെ ജന്നം, ഖുറാനിലെ ജന്നത്തെ കുറിച്ചാണ് സംസാരിക്കണേന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെയാ പോയത്. മനസ്സിലായി? കാബയിലെ കല്ലിനെ കുറിച്ചാണ് സംസാരിക്കണേ, അപ്പൊ സംസാരിക്കണമായിരുന്നു. അപ്പൊ 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴല്ല അത് സംസാരിക്കില്ല. അല്ല ഇപ്പൊ ഓ, മറന്നുപോയി. അല്ല അടുത്ത ദിവസം വരും. ഇപ്പൊ സംസാരിച്ചാലും കല്ല് തന്നെയാ. അത് മുസ്ലിങ്ങൾ അതെ, അംഗീകരിക്കുന്നതായ കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ അള്ളാഹു എന്ന് പറഞ്ഞതും യഥാർത്ഥ ദൈവമല്ല. മനസ്സിലായോ? അള്ളാഹു എന്ന് പറഞ്ഞ ദൈവമല്ല. അള്ളാഹു എന്ന് പറഞ്ഞത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാബയിൽ ഉണ്ടായിരുന്ന ദേവന്മാരിൽ ഒരു ദേവനാണ്. 360 ദേവീദേവൻ 360 ദേവീദേവന്മാരായിരുന്നു അറബികൾ ആരാധിച്ചിരുന്നത്. ആ ആചാരാനുഷ്ഠാനങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക. ആ ദേവൻ, അല്ല അതിൽ അള്ളാഹുവിന് പെൺമക്കൾ ഉണ്ടായിരുന്നു. അതിന്റെ പുറമെയാണ് ഈ അജർ അൽ അസ്വദ് എന്ന് പറഞ്ഞ അച്ഛന്റെ ഡീപ്പിലിട്ടിരിക്കുന്നതായി അജർ അൽ അസ്വദ് എന്ന് പറഞ്ഞ കറുത്ത കല്ല്. മനസ്സിലായോ? ഇതൊക്കെ ഇസ്ലാമിന്റെ ചരിത്ര രേഖകളിൽ ഉള്ളത് തന്നെയാണ് സുഹൃത്തെ. അതേ സഹോദര, ഇതെല്ലാം ഇസ്ലാമിന്റെ ചരിത്രത്തിലുള്ളതാണ്. കാബയില് ഇത് മാത്രമല്ല, ഈ മറ്റേ ദുഷാരയും ഹുബാലും ലാത്ത ഹുസൈൻ മനാസയും മാത്രമല്ലായിരുന്നു. കാബയില് മറിയത്തിന്റെ മകനായ ഈസോയുടെയും ചിത്രം ഉണ്ടായിരുന്നു. അബ്രാഹത്തിന്റെയും ഇസ്മായിലിന്റെയും ചിത്രം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് മറ്റേ ഈ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അല്ല അത് കഴിഞ്ഞിട്ട് അലി പാസ്റ്ററെ, സത്യ ബ്രദറെ, നമുക്ക് ഇദ്ദേഹത്തിന്റെ ഡിസ്കഷൻ സ്റ്റോപ്പ് ചെയ്യുന്നല്ലേ നല്ലത്? അല്ല, ഒരു കാര്യം കൂടെ ബോബി പാസ്റ്റർ അല്ല, ഞാൻ പറഞ്ഞ നുണയാണോ? ഞാൻ പറഞ്ഞ നുണയാണോ? ഇവിടെ ഉള്ളവർക്ക് അറിയാവുന്ന കാര്യമല്ലേ. നിങ്ങൾ അതെ, നുണയായിട്ടല്ല, നിങ്ങൾക്ക് ഇനി അത് താങ്കൾ എടുക്കാനുള്ള ഇവിടെ കാര്യം വന്നിട്ട് കാണുകയല്ല. അതുകൊണ്ട് നമുക്ക് ഇസ്ലാമിലെ ഈസയും ബൈബിളിലെ യേശു ഒന്നാണ് എന്ന് ഇവിടെ ഉള്ളതായ ആ ചരിത്രങ്ങളുണ്ടല്ലോ. താങ്കൾക്ക് അതിനെ അല്ല, കുറിച്ച് ഈ അറിയത്തില്ല. കാബയില് താങ്കൾ ആരോ എവിടുന്നോ കേട്ടതായ കാര്യങ്ങൾ ഇവിടെ വന്ന് ഛർദിക്കുന്നു എന്നുള്ളതല്ലാതെ ചരിത്രപരമായ കാര്യങ്ങളെ കുറിച്ച് താങ്കൾക്ക് അതിനെ കുറിച്ച് അറിവില്ല. എവിടുന്നോ കേട്ടിട്ടുണ്ട്, അത്ര മാത്രമേ അല്ല, ഉള്ളൂ. അലി ബ്രദർ, എനിക്ക് 2 മിനിറ്റ് തരണം. കാബയുടെ ഉള്ളിൽ മറിയത്തിന്റെ ഈസയുടെയും ചിത്രം ബോസ് ബ്രദറെ, ബോസ് ബ്രദറെ, താങ്കൾ തന്നെയാണ് പറഞ്ഞത്, ഇപ്പോൾ പറഞ്ഞത് ഇത് ഈ ചർച്ച 3 മണിക്കൂർ മുമ്പായിരുന്നു താങ്കളോട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. ഞങ്ങൾ ഈ ചർച്ചയ്ക്കാണ് താങ്കൾ കയറി വന്നപ്പോൾ ഈ ചർച്ചയാണ് താങ്കൾ ചെയ്യാൻ പോകുന്നതെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അപ്പോഴാണ് താങ്കൾ ഈ മതങ്ങളെ എല്ലാം കൂട്ടിക്കെട്ടിക്കൊണ്ട് എല്ലാം ഒന്നാണെന്നും ഈസയും യേശുക്രിസ്തുവും ഒന്നാണെന്നും പറയുന്നത്. അങ്ങനെയല്ല ബിജു ബ്രദർ, ബിജു പാസ്റ്റർ പറഞ്ഞത് അല്ല, ഞാൻ സത്യബ്രദറിലേക്ക് വരികയാണ്. യഹൂദ, ക്രിസ്ത്യൻ, ഇസ്ലാം എല്ലാം എന്താണ് സെമിറ്റിക് എന്നുള്ള മതങ്ങളാണെന്ന് പറഞ്ഞു. അതൊന്ന് തെളിയിച്ചിട്ടേ പോവാവൂ. അങ്ങോട്ട് പോയത് ഒരു ബോക്സിലിട്ടു. അതെ. അപ്പൊ ഇവിടെ മൂന്നും ഒരേപോലെയുള്ള മതമാണെന്ന് പറയുമ്പോൾ ഈ 3 ദൈവങ്ങൾ ഒരു ദൈവമാണല്ലോ. അപ്പൊ 3 ഒരേ ഒരു മതമാണെങ്കിൽ ഈ 3 ദൈവങ്ങളും ഒരുപോലെ ആകണം. അലിപ്പാസ്റ്റെ സാമ്പ്രദർ 2 മിനിറ്റ് ചോദിച്ചായിരുന്നു.
സാമ്പ്രദറെ നമ്മൾ അത് കഴിഞ്ഞിട്ട് കത്തോലിക്ക ബദലിന് ഒന്ന് സമയം കൊടുക്കണം. ഓക്കെ അതെ, സാം ബ്രദറും കാത്തലിക് ബ്രദറും കഴിഞ്ഞ് എനിക്കും ഒരു സമയം